യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നൊരു വചനം ദൈവമക്കളുമായി ഷെയർ ചെയ്യുവാൻ പോകുകയാണ്. யோவானிலே சுவிசேஷம் 3ஆம் அதிகாரத்திலிருந்து ஒரு வசனத்தை தியானிக்க போகிறேன். 3ஆம் അധ്യായം 29-30 വാക്യങ്ങൾ പരസ്യമായി നമ്മൾ വായിക്കാൻ പോകുകയാണ്. 3ஆம் அதிகாரம் 29-30 வசனங்களை வெளியரங்கமாய் வாசிக்கலாமே. மணவாட்டியை உடையவனே மணவாளன் மணவாளனுடைய தோழனோ அருகே நின்று அவருடைய சொல்லை கேட்கிறவனாய் மணவாளனுடைய சத்தத்தை குறித்து மிகவும் சந்தோஷப்படுகிறான். இந்த சந்தோஷம் இப்பொழுது எனக்கு சம்பூரணமாயிற்று. அவர் பெருகவும் நான் சிறுகவும் வேண்டும். മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. ஆமே, மணவாட்டி இருக்கிறவன் மணவாளன் இருக்கிறவன் மணவாட்டியாய் இருக்கிறான். ആ ഒരു വചനത്തിന്റെ അകത്ത് മണവാളൻ മണവാട്ടി മണവാളൻ മണവാട്ടി എന്നുള്ള പദങ്ങൾ പല പ്രാവശ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. அந்த வசனத்திலே மணவாளன் மணவாட்டி மணவாளன் மணவாட்டி அந்த வார்த்தையை நாம் அடிக்கடியாக பார்க்க முடிகிறது. വളരെ പ്രധാനപ്പെട്ട ഒരു പദങ്ങളാണ് ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ പോകുന്നത്. முக்கியமான ஒரு வார்த்தை உங்கள் மத்தியிலே நான் பேச விரும்புகிறேன். മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. மணவாட்டி உடையவனே மணவாளன் ஆகிறான். മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. மணவாளனுடைய தோழனோ அருகே நின்று அவருடைய சொல்லை கேட்கிறவனாய் மணவாளனுடைய சத்தத்தை குறித்து மிகவும் சந்தோஷப்படுகிறான். എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. இந்த சந்தோஷம் இப்பொழுது சம்பூர்ணமாயிற்று. കർത്താവിന്റെ മണവാട്ടി സഭയാണ് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്. இந்த ராத்திரி கர்த்தருடைய மணவாட்டி சபை இங்கே வந்திருக்கிறது. മണവാളൻ ഇവിടെ നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. மணவாளன் நம் நடுவிலே உலாவிக் கொண்டிருக்கிறார். അവനെ വിശ്വാസ കണ്ണുകളാൽ കാണുന്നവർക്കായി സ്തോത്രം. அதை விசுவாச கண்களினால் பார்க்கின்றவர்களுக்காய் ஆண்டவரை துதிக்கிறேன். ഹല്ലേലൂയ. ஹல்லேலூயா. ഈ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ സ്നാപകനാണ്. இந்த வார்த்தையை சொல்லுகிறது யோவான் ஸ்நானகன். യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. இந்த யோவானை குறித்து நன்றாகவே தெரிகிறது. യേശു കർത്താവിന്റെ വരവിന് മുന്നോടിയായി കർത്താവിനാൽ അയക്കപ്പെട്ട മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. இயேசுடைய வருகைக்கு முன்பதாக அனுப்பப்பட்டவன் தான் இந்த ஸ்நானக யோவான் என்று சொல்லப்படுகிறது. ഹല്ലേലൂയ. ஹல்லேலூயா. ലൂക്കോസിന്റെ സുവിശേഷം യോഹന്നാൻ സ്നാപകന്റെ ഫാമിലിയെ കുറിച്ച് നമ്മോട് വ്യക്തമായി സംസാരിക്കുന്നു. லூக்காவின் சுவிசேஷத்திலே வாசிக்கும்போது யோவானுடைய குடும்பத்தை குறித்து அழகாக சொல்லப்படுகிறது. സക്കറിയാവിനെയും എലിസബത്തിനെയും പരിചയമില്ലാത്തവരായിട്ട് ആരും ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടില്ല. சகரியாவை எலிசபெத்தை குறித்து அறிமுகம் இல்லாதவர்கள் யாரும் இங்கே வந்தது இல்லை. രണ്ടുപേരും വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. இரண்டு பேரும் மிகவும் ஆசீர்வதிக்கப்பட்டவர்கள். ആശീർവദിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടാകണം. ஆசீர்வதிக்கப்பட்டவர் என்று சொல்லும் பொழுதே நமக்கு மிகுந்த சந்தோஷம் உண்டாக வேண்டும். ദാസൻ നേരത്തെ വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ அருமையான தேவதாசன் தேவனுடைய ஆராதனை நடத்தி கொண்டிருக்கின்ற பொழுது ഒരു മലയാളം പാട്ട് പാടിയാണ് അവസാനിപ്പിച്ചത്. மலையாள பாடல் பாடிதான் அதை முடித்தார். അനുഗ്രഹത്തിൻ അധിപതി. അനുഗ്രഹത്തിൻ அதிபதியே. ഞാൻ ശ്രദ്ധിച്ചു, നിങ്ങൾ എല്ലാവരും അത് ചേർന്ന് പാടുന്നത്. நான் நினைத்தேன் நீங்கள் எல்லாரும் சேர்ந்து பாடுவீர்கள் என்று. ഞങ്ങൾ എന്നും പാടുന്ന പാട്ടാണ്. நாங்கள் என்னைக்கும் பாடுகிற பாடல். പക്ഷേ ആശീർവാദം എന്ന് പറഞ്ഞുകൊണ്ടൊരു സബ്ജക്ട് നമുക്ക് പ്രീച്ച് ചെയ്യാൻ പേടിയാണ്. ஆனா ஆசீர்வாதங்கிற வார்த்தை அது பிரீச் பண்ணுவதற்கு ரொம்ப பயம் உள்ளதாக இருக்கிறது. അനുഗ്രഹത്തിന് അധിപതി എന്ന് പാടുന്നതിൽ കുഴപ്പമില്ല. അനുഗ്രഹത്തിൻ അധിപതി എന്ന് പാടുவது കുഴപ്പമില്ല. ഞാൻ ആശീർവാദത്തെ പറ്റി പ്രസംഗിക്കാൻ പോവാന്ന് പറഞ്ഞാൽ അപ്പോഴേ നമ്മുടെ മുഖം വാടും. ആശീർവാദത്തെ കുറിച്ച് പ്രസംഗം பண்ண போவேன் என்றால் உங்கள் முகம் வாடுகிறது. പാടിയ കുഴപ്പമില്ല, പ്രീച്ച് ചെയ്താൽ കുഴപ്പമാണ്. பாடினால் குழப்பமில்லை, பிரசங்கித்தால் குழப்பம். ഹല്ലേലൂയ. ഹല്ലേലൂയ. തന്നുയിരേ പാപികൾക്കാ തന്നവനാ നീയും തള്ളിയിടുമോ ഏഴനെ തീരുമോ നിൽ സ്നേഹമനിൽ. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പാരിടമാ പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ. മരണദിന വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാർവിടത്തിൽ. മരണദിന വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻ
மார்வீடத்தில் அனுக்கிரகத்தே ஆதிபதியே ஆனந்த கிருபா பெரும் நதி. அவன் അനുഗ്രഹത്തിന്റെ அதிபதிയാണ്. நம்முடைய ஆண்டவர் അനുഗ്രഹത്തിൻ அதிபதியாയിരിக்கிறார். ഹല്ലേലൂയ ஹalleluya. പൗലോസ് പറയുന്നു അനുഗ്രഹം അനുഭവിപ്പാൻ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ஆமை பவுல் சொல்லுகிறார் ஆசீர்வாதத்தை பெற்றுக்கொள்ள ஆண்டவன் நம்மை அழைத்திருக்கிறார். നാം അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും വലിയ കാര്യം യേശു കാൽവറിയിൽ നമുക്കായി ജീവൻ കൊടുത്തതാണ്. ஆமை நாம் ஆசீர்வதிக்கிற மிகுந்த ஒரு பாக்கியம் ஆண்டவராய் இயேசு கிறிஸ்து கல்வாரி சிலுவையிலே அவர் ஜீவனை கொடுத்திருக்கிறார். ഇന്ന് രാത്രി കൂട്ടം ആശീർവാദമാണെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ஆம், இந்த கூட்டம் ஆசீர்வாதம் என்று எத்தனை விசுவாசிக்கின்றீர்கள்? നമ്മുടെ ലൈഫേ ആശീർവാദമാണെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? நம்முடைய வாழ்க்கை மிகவும் ஆசீர்வாதம் என்று எத்தனை நம்புகின்றீர்கள்? നമ്മുടെ മക്കൾ ആശീർവദിക്കപ്പെടുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? நம்முடைய பிள்ளைகள் ஆசீர்வதிக்கப்பட்டவர்கள் என்று எத்தனை விசுவாசிக்கின்றீர்கள்? രണ്ട് കൈയും ഉയരെ ഉയർത്തി ഒന്ന് അടിച്ച് കർത്താവിനെ മഹിമപ്പെടുത്തുവാൻ. രണ്ട് കൈകൾ ഉയർത്തി രണ്ട് കൈ തട്ടി ആണ്ടിനെ മഹിമപ്പെടുത്തலாம். ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാമിലി, நல்ல ஒரு ஆசீர்வதிக்கப்பட்ட ஒரு குடும்பம். സക്കറിയാവും എലിസബത്തും. சகரியாவும் எலிசபெத்தும். സക്കറിയാവ് ഒരു നല്ല പുരോഹിതനാണ്. ஆமை சகரியா ஒரு ஆசாரியன். ആ കുടുംബം ഒരു പുരോഹിത കുടുംബമാണ്. ஆமை குடும்பமானது ஒரு ஆசாரிய குடும்பம். വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ஒரு ഫാമിലി. மிகுந்த ஒரு ஆசீர்வாதமான ஒரு குடும்பம். പഴയ നിയമത്തിലെ പുരോഹിതന്റെ വസ്ത്രത്തെ കുറിച്ച് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. பழைய ஏற்பாட்டிலே ஆசாரியருடைய வஸ்திரத்தை குறித்து தெளிவாக சொல்லப்பட்டிருக்கிறது. ഹല്ലേലൂയ. அல்லேலூயா. ബൈബിൾ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. அது பைபிள் தெளிவாக சொல்லப்பட்டிருக்கிறது. ഞാൻ മലയാളത്തിൽ അവിടെ നാട്ടിൽ പ്രസംഗിക്കുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് അതിങ്ങനെ പറഞ്ഞു വിടാറുണ്ട്. ஆமே, மலையாளத்தில் என் நாட்டில் பிரசங்கிக்கும் போது மிகவும் வேகமாக சொல்லி விடுவேன். ലേവ്യ പുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം ലേവ്യ പുസ്തകമൊക്കെ പുരോഹിത ശുശ്രൂഷയെ കുറിച്ച് ശക്തമായി പറയുന്നുണ്ട്. ஆமே, யாத்திராகமும் லேவியராகமும் ஆசாரிய ஊழியத்தை குறித்து தெளிவாக சொல்லப்படுகிறது. ലേവ്യ കുടുംബമാണ് പുരോഹിത ശുശ്രൂഷയ്ക്ക് സെലക്ടഡ് ആയത്. ஆமே, லேவிய குடும்பம் தான் ஆசாரிய ஊழியத்துக்கு தெரிந்து கொள்ளப்பட்டவர்கள். എന്നാൽ ലേവ്യ ഫാമിലി ആദ്യം അങ്ങനെ അല്ലായിരുന്നു. ஆனால் லேவியர் குடும்பம் முதலாவது அப்படிப்பட்டவள் அல்ல. ലേവി എന്ന് പറഞ്ഞ லேவி என்று சொன்னால் യാക്കോബിന്റെ മക്കളിൽ ഒരാളാണ്. ஆமே, யாக்கோடைய பிள்ளைகள் அவன் ஒருவனாக இருந்தான். യാക്കോബിന് 12 ആൺമക്കളാ ഉള്ളത്. ஆமே, யாக்கோவுக்கு 12 ஆண் பிள்ளைகள் இருந்தார்கள். രൂബൻ, ശിമിയോൻ, ലേവി, യഹൂദ, നമുക്ക് മക്കളുടെ പേരുകളെല്ലാം അറിയാം. ஆமே, ரூபன், சிமியோன், ஆமே, எல்லாம் பேர் நமக்கு தெரியும். 12 ആൺമക്കൾ, 12 ஆண் பிள்ளைகள். 12 പേരും യാക്കോബിന്റെ മക്കളാണ്. ஆமே, 12 பேரும் யாக்கோவுடைய பிள்ளைகள். യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് யாக்கோபு மரிப்பதற்கு முன்பதாக 12 മക്കളെയും അടുക്ക വിളിച്ച് അനുഗ്രഹിച്ചു. ஆமே, 12 பிள்ளைகளை அருகில் அழைத்து ஆசீர்வதித்தார். ഓരോ മക്കളെ അടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുകയാണ്. ஆமே, ஒவ்வொரு பிள்ளைகளை அருகில் அழைத்து ஆசீர்வதித்தார். ജോസഫിനെ അനുഗ്രഹിച്ചു. ஆமே, யோசேப்பை ஆசீர்வதித்தார். ബെന്യാമീനെ അനുഗ്രഹിച്ചു. பென்யாமினை ஆசீர்வதித்தார். ആശേറിനെ അനുഗ്രഹിച്ചു. ஆசேரை ஆசீர்வதித்தார். എന്നാൽ ലേവിയെ അനുഗ്രഹിക്കാൻ വന്നപ്പോ ஆனால் லேவியை ஆசீர்வதிக்க வந்த பொழுது ആശീർവാദമല്ല കൊടുത്തത്, ஆசீர்வாதம் அல்ல கொடுத்தது. അപ്പന്റെ വായിൽ നിന്ന് ചില നെഗറ്റീവ് വാക്കുകളാ വന്നത്. அப்பனுடைய வார்த்தையில நேர் எதிர்மறை வார்த்தைகள் புறப்பட்டது. മലയാളത്തിൽ പറഞ്ഞാൽ നീ ഒട്ടും ഗുണം പിടിക്കുകയില്ല மலையாளத்தில் சொல்லுவேன், நீ உருப்படவே மாட்ட എന്ന ശൈലിയിലാണ് യാക്കോബ് സംസാരിക്കുന്നത്. அந்த ஸ்டைல் தான் யாக்கோபு லேவியை பார்த்து பேசுகிறார். അതും പബ്ലിക്കായിട്ടാ സംസാരിക്കുന്നത്. அது அவன் வெளியரங்கமாய் தான் பேசுகிறார். മറ്റ് സഹോദരന്മാർ കേൾക്കുകയാ പറയണേ. மற்ற சகோதரர்கள் கேட்கும்படியாய் சொல்லுகிறார். അന്ന് മുതൽ ലേവി അപ്പന്റെ വായിലെ ശാപം ചുമന്ന് തല കുനിക്കാൻ തുടങ്ങി. அன்று முதல் தகப்பனுடைய வார்த்தை கேட்டு சாபத்தை சுமக்கிற ஒரு லேவியாய் மாற்றப்பட்டான். നിനക്ക് നാവ് തന്നത് ശപിക്കാനല്ല, അനുഗ്രഹിക്കാനാണ്. நாவை தந்தது ஆமை சபிக்க அல்ல, ஆசீர்வதிக்கும்படி கை தந்திருக்கிறார். ഹല്ലേലൂയ. ஹல்லேலூயா. ഈ പ്രാവശ്യത്തെ കൂട്ടം കഴിയുമ്പോൾ ചില ശാപങ്ങൾ അനുഗ്രഹങ്ങളായി മാറാൻ പോകുകയാ. இந்த கூட்டம் முடிவடையும் போது சில சாபங்களை தேவன் ஆசீர்வாதமாய் மாற்ற போகிறார். ഹല്ലേലൂയ. ஹல்லேலூயா. യേശു കാൽവറിയിൽ മരിച്ചത് നീ ശപിക്കപ്പെടാനല്ല, നീ ബ്ലെസ്ഡ് ആകാൻ വേണ്ടിയാ. இயேசு கிறிஸ்து கல்வாரி சிலுவையில மரித்தது நீ சபிக்கப்படுவதற்காக அல்ல, தேவன் உங்களை ஆசீர்வதிப்பதற்காக. ബൈബിൾ പറയുന്നു, பைபிள் சொல்லுகிறது. ബൈബിൾ പറയുന്നു, பைபிள் சொல்லுகிறது. ബൈബിൾ പറയുന്നു. பைபிள் சொல்லுகிறது. മോസസ് എന്ന അഭിഷിക്തൻ വന്നപ്പോ ஆமே, மோசேங்கிற அபிஷேகம் பண்ணப்பட்டவர் வந்த பொழுது അവനാണ് ലേവിയുടെ കെട്ടഴിക്കുന്നത്. அவன் தான் லேவியுடைய கட்டுகளை அவிழ்க்கிறான். കുറെ നാള് ലേവി അപ്പന്റെ ശാപവും ചുമന്ന് നടന്നതാണ്. ஆமே, கொஞ்ச நாட்களாக தகப்பனுடைய
தகப்பனுடைய சாபத்தை சுமந்து லேவி நடக்கிறான். എന്നാൽ മോശ വന്നപ്പോ ஆனால் மோசே வந்த பொழுது താൻ പറഞ്ഞു യഹോവയുടെ ഭാഗത്തുള്ളവൻ വരാൻ പറഞ്ഞു. கர்த்தருடைய பட்சத்தில் இருக்கிறவன் வரக்கடவன் അങ്ങനെ சொன்னார். ഓടി ലേവിയെ മോശയുടെ അടുക്കൽ വരികയാണ്. அது ஓடி மோசேயுடைய அருகில் வந்தார்கள். അതുവരെ തല കുനിച്ച് നടന്നവൻ அதுவரை தலை குனிந்து நடந்தவர்கள் അന്ന് തല ഉയർത്താൻ തുടങ്ങി. தலை நிமிர ஆரம்பித்தார்கள். അപ്പന്റെ ശാപം അഴിക്കാൻ അഭിഷേകമുള്ളവൻ വന്നു. ஆமை தகப்பனுடைய சாபத்தை அழிக்க அபிஷேகம் பண்ணப்பட்டவன் வந்தார். അന്ന് രാത്രി ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ രാത്രിയുടെ ദൂത് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പൊழுது അപ്പന്റെ കെട്ട് അഴിക്കാൻ അഭിഷേകം ഇതിന്റെ അകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. ஆமை தகப்பனுடைய கட்டை அவிழ்க்க பரிசுத்த ஆவியான உலாவிக் கொண்டிருக்கிறார். Mighty anointed. അല്പസമയം അന്യഭാഷകളിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. கொஞ்ச நேரம் அந்நிய பாஷையில ஜெபம் பண்ணுங்க. Clap your hands, clap your hands, clap your hands. கையை தட்டி അപ്പന്റെ ശാപത്തിന്റെ കെട്ട് അഴിയുന്ന രാത്രിയാ. தகப்பனுடைய சாபத்தை கட்ட அவிழ்க்கிற இரவு. ഇന്ന് രാത്രി അത് അഴിയാൻ പോകുകയാ. இந்த ராத்திரி அவிழ்க்கப்படுகிறது. ആരുടെയെങ്കിലും ശാപം നിന്റെ തലമേലുണ്ടെങ്കിൽ ஆமை தாமே ஒரு சாபம் தலைமையில் இருக்குமானால் ഇന്ന് രാത്രി അതിന്റെ അവസാനത്തെ രാത്രിയാ. ஆமை இந்த ராத்திரி கடைசி இரவாய் இருக்கிறது. ഈ കൂട്ടം വെച്ചത് പ്രസംഗം കേട്ടു പോകാനല്ല. இந்த கூட்டம் வைத்தது பிரசங்கம் கேட்டு போவதற்கல்ல. നിന്റെ ശാപത്തിന്റെ കെട്ട് അഴിക്കാനായി ഈ രാത്രി പരിശുദ്ധമ്മ ആഗ്രഹിക്കുന്നത്. ஆமை சாபத்தின் கட்டை அவிழ்க்குவதற்கு பரிசுத்த ஆவியானவர் விரும்புகிறார். கையை தட்டி அந்நிய பாஷையில் നിന്റെ വീടിന്റെ അവസ്ഥ ഓർത്ത് നീ വേദനിക്കുകയാണോ? നീ വീടിന്റെ സൂழ்நிலைத்து നീ വേദനപ്പെടുகிறாയോ? ഫാമിലിയെ കുറിച്ച് ഓർത്ത് നീ വേദനിക്കുകയാണോ? ഫാമിലിയെ കുറിച്ച് നീ വേദനപ്പെടുகிறாയോ? സഹായിപ്പാൻ ആരും നിനക്ക് കൂടെ ഇല്ലേ? ആമേ ഉദവി செய்ய கூட யாரும் இல்லையே. നീ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തയുണ്ടോ? നീ തനിമയായിരിക്കുന്ന ചിന്തന ഇരിக்கிறதா? പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാ. இப்பொழுது பரிசுத்த ஆவியானவர் உன்னை தொடுகிறார். നിങ്ങളുടെ അടുത്തിരിക്കുന്നവരിലേക്ക് ദൈവശക്തി ഇമ്പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാ. உங்கள் அருகில் தேவனுடைய ஆவியானவர் தொட்டாமை தொட்டுக் கொண்டிருக்கிறார். ഇന്ന് രാത്രി അവൻ തൊടാതെ ആരും ഇവിടുന്ന് പോവുകയില്ല. പരിശുദ്ധാത്മാവിൽ யாரும் தொடாமல் யாரும் இங்கே போக கூடாது. നിന്റെ ശാപത്തിന്റെ കെട്ട് ഇന്ന് രാത്രി അഴിച്ചു മാറ്റണം. ആമേൻ. ശാപത്തിൻ കെട്ട് ഇന്ന് രാത്രി അഴിക്കപ്പെടുகிறார். വർഷങ്ങളായി ഭാരം ചുമക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ആണ്ടുകളായി നീ ശാപത്തിൽ കട്ടിരിക്കുന്ന നവരായിരിക്കണം. നിന്ദയുടെ ഭാരം ചുമക്കുന്ന ഒരാളാണോ നിങ്ങൾ? ആമേൻ. നിന്ദയുടെ ഭാരത്തെ ചുമക്കുന്ന ഒരു നവരായിരിക്കണം. അന്യഭാഷകളിൽ ജനം ആരാധിക്കുമ്പോൾ അന്യഭാഷയിൽ ജനങ്ങൾ ആരാധിക്കുന്ന പൊழுது രാത്രി അഭിഷേകം ഇവിടെ ചലിക്കാൻ തുടങ്ങും. രാത്രി അഭിഷേകം അസൈവാൻ ആരംഭിക്കും. നിന്റെ തലമുറയെ കുറിച്ച് ഓർത്ത് നീ വേദനിക്കുന്ന ഒരു അമ്മയാണോ അപ്പനാണോ? ആമേ. തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്ന തായ് തകപ്പനായിരിക്കായോ? ഇന്ന് നിന്റെ ശാപത്തിന്റെ അവസാനത്തെ രാത്രിയാണ്. ഇന്ന് ഈ ശാപത്തിന് ഉടയ്ക്കുന്ന കടൈസി ഇരവായിരിക്കുന്നത്. ശാപം ചുമക്കേണ്ട ലേവി അല്ല. ഈ ശാപത്തെ ചുമക്കുന്ന ലേവി അല്ല. നീ ഒരു പുരോഹിതനായി മാറാൻ ദൈവം നിന്നെ നിയോഗിച്ചത്. ആമേ. ഉന്നെ ആസാര്യനെ മാറ്റുവതിന് കർത്തർ ആമേ സിദ്ധം കൊണ്ടിരിക്കുകയാർ. ആരൊക്കെയോ നിന്നെ നാവ് കൊണ്ട് പറഞ്ഞ് കെട്ടിക്കാണ്. ആമേ. யாரெல்லாம் നാവിനാലെ சொல்லி കെട്ടി ഇരിக்கலாம். ഇന്ന് രാത്രി നിന്റെ നാവിന്റെ മേൽ ഒരു അഭിഷേകം ദൈവം തരാൻ പോവാ. ഇന്ന് രാത്രി ഒരു നാവിന്മേൽ ഒരു അഭിഷേകം തരാൻ പോകുകയാണ്. നിന്റെ ഫാമിലിയിൽ നിന്നാണോ നാവ് കൊണ്ട് നിന്നെ കെട്ടിയത്? ഉൻ കുടുംബത്തിന് മൂലമായി വാക്കിനാൽ അവനെ കെട്ടിനാർകളോ? നിന്റെ പപ്പ വീട്ടിൽ മമ്മി വീട്ടിൽ നിന്നാണോ ആ ബന്ധനം വന്നേ? അവന് തകപ്പൻ വീട്ടിൽ നിന്ന് തായ് വീട്ടിൽ അന്ത കട്ട് വന്നിരിക്കലാമേ. നിന്റെ അയൽവാസിയുടെ നാവിൽ നിന്നാണോ ആ ശാപം വന്നേ? അന്ത അയൽക്കാർ വീട്ടിൽ നിന്ന് ഒരു ശാപം വന്നിരിക്കുന്നതോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ഭാഗത്ത് നിന്ന് നിന്റെ മേലൊരു അഭിഷേകം വരികയാ. ഇന്ന് രാത്രി പരിശുദ്ധാവിൻ നാമത്തിനാൽ ഉന്മേൽ ഒരു അഭിഷേകം വരുகிறது. ആശീർവദിപ്പൻ ആശീർവദിപ്പൻ. യെസ് മാസ്റ്റർ.
എല്ലാ വീട്ടിൽ നിന്നും ഇരുട്ട് മാറിപ്പോകട്ടെ. എല്ലാ വീട്ടിലിருந்து ഇരുൾ മാറി പോവதாக. ഈ ശബ്ദം എവിടെയെല്ലാം ഉണ്ടോ, இந்த சத்தம் எங்கெல்லாம் தொனிக்கிறதோ, ആരെല്ലാം ഓൺലൈനിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, யாரெல்லாம் லைவ் மூலம் பார்த்து ഇപ്പോൾ கொண்டிருக்கிறார்கள், നിന്റെ വീടിന്റെ അകത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാ. இப்போது வீட்டுக்குள் தேவனுடைய வல்லமை வியாபரிக்கப்படுவதாக. നിന്റെ വീട്ടിൽ നിന്ന ഉണ്ടാകണമെന്ന പിശാച് ആഗ്രഹിക്കുന്നേ. ആമേൻ. ഒരു വീട്ടിലെ ഒരു നിന്ദ ഉണ്ടാക്കുന്നത് പിശാച് വിരുമ്പുகிறான். നിന്റെ വീട്ടിൽ മാന്യത ഉണ്ടാകാൻ യേശു ആഗ്രഹിക്കുകയാ. ഉൻ കുടുംബത്തിൽ ഉന്നെ ഘനം பண்ண യേശു വിരുമ്പുகிறாൻ. നിന്റെ വീട്ടിൽ മരണത്തിന്റെ പന്തൽ കെട്ടാൻ പിശാച് ആഗ്രഹിക്കുന്നു. ഉൻ വീട്ടിലെ മരണത്തിൻ കട്ടികളെ കൊണ്ടുവര പിശാച് വിരുമ്പുகிறாൻ. രാത്രി മരണത്തിന്റെ കെട്ട് ആത്മാവ് അഴിച്ചു മാറ്റുകയാ. ഇന്ന് രാത്രി മരണത്തിൻ കട്ടികളെ പരിശുദ്ധ ആവിയാനവർ അഴിച്ചു മാറ്റുகிறார். നിന്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കി തരാൻ പോകുകയാ. ഉൻ വിലാമെ പുലമ്പലുകളെ ആണ്ടവർ ആനന്ദ കളിപ്പായി മാറ്റുகிறார். നിന്റെ മേൽ ആനന്ദ തൈലത്തെ ദൈവം പകരുകയാ. ഉന്മേൽ ആനന്ദ തൈലത്തെ ആണ്ടവർ പകർന്നു കൊടുக்கிறார். നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കു അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനു, എണ്ണമില്ലാതുള്ള നന്മകൾക്കു അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനു നന്ദി. എൻ ദൈവമേ, കരങ്ങൾ ഉയർത്തി നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. ഹല്ലേലൂയ. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്താൽ. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ആരും സഹായിക്കാൻ ഇല്ലാതെ വന്നപ്പോ, யாரும் உதவி செய்ய இல்லாது இருந்த பொழுது, വഴിയിൽ സൈഡിൽ നിന്നൊരു ഭിക്ഷക്കാരൻ ഭിക്ഷ യാചിക്കുന്നത് കണ്ടു. வழி அருகிலிருந்து பிச்சை கேட்கிற ஒருவன் பிச்சை கண்டான். ഇങ്ങനെ കൈനീട്ടി നിൽക്കുക.
அவன் கை நீட்டி நிற்கிறார். ₹1 കിട്ടാൻ വേണ്ടി. ₹1 கிடைப்பதற்காக 30 ദിവസം ഭക്ഷണം ഇല്ലാതെ വന്നപ്പോ ആമേ ഒരു 30 നാളുകൾ ആഹാരം ഇല്ലാതിരുന്ന പൊழுது കൈ നീട്ടി ഇങ്ങനെ നിൽക്കുക. കൈ നീട്ടി നിന്നു കൊണ്ടിരിக்கிறார். ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ആമേ എല്ലാ ജനങ്ങളും அந்த பக்கம் இந்த பக்கம் പോകും பொழுது ജസ്റ്റ് ₹1 കിട്ടാൻ, ജസ്റ്റ് ₹1 கிடைப்பதற்காக 30 നാളായി ഫുഡ് കഴിച്ചിട്ട് ആമേ 30 നാളുകളായി ആഹാരം സാപ്പിട്ട് ഭിക്ഷക്കാരനായി മാറുക. പിച്ചക്കാരനായി മാറുகிறார். അങ്ങനെ ഒരു വരി അതിന്റെ അകത്തുണ്ട്. അതുക്കുള്ള ഒരു വരിസை ഇരിക്കുന്നു. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്ന് കാതിൽ പറഞ്ഞവനെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. കരങ്ങൾ ഉയർത്തിക്കേ. ില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെയോ. ഹല്ലേലൂയ. ദൈവം എനിക്ക് തന്നൊരു പാട്ടാണ്. ആണ്ടവർ കൊടുത്ത എനിക്കൊരു പാടൽ. ആ വഴി സൈഡിൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് നിന്ന ആളെ ഇപ്പൊ ഇവിടുന്ന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത്. அந்த வழியிலே பிச்சை கேட்டுக்கொண்டு அவர்தான் உங்கள் மத்தியில் நான் பிரசங்கம் பண்ணி கொண்டிருக்கிறேன். അവൻ നിന്ന മാറ്റുന്ന ദൈവമാണ്. അവർ നിന്ദനെ മാറ്റുகிற ദൈവം. ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന പാട്ട് എല്ലാരും കേൾക്കണം. ആമേ அந்த பாடல் வீட்டில் சென்று கேட்க வேண்டும். കരഞ്ഞുകൊണ്ടുറങ്ങിയ ഒത്തിരി രാത്രികൾ ജീവിതത്തിലുണ്ട്. ആമേ അഴുകയോട് ഉറങ്ങിന അനേക നാൾക്കൻ வாழ்க்கையிலே ഉണ്ട്. അടുത്ത വരി അതാണ്. അടുത്ത വരി അതുதான். കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. ആമേ അഴുതുകൊണ്ട് ഉറങ്ങിന നാൾക്കൾ வாழ்க்கையிலே கடந்து போனதாக இருந்தது. ഞെട്ടി എഴുന്നേറ്റ് ഞാൻ നോക്കിയപ്പോ நான் அதிர்ந்து எழும்பின போது பார்த்த பொழுது താങ്ങും തണലുമായി യേശു കൂടെ ഇരിക്കുക. ആമേ താങ്ങുകിற നിഴലായി യേശു കൂടെ ഇരിக்கிறார். കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. ഉണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഉണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ആരാധന ആരാധന നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേ. ഇന്നലെ രാത്രി വരെ കരഞ്ഞുകൊണ്ടുറങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ
நேற்றிரவு அழுது கொண்டு யாராவது உறங்கின யாராவது இந்த கூட்டத்தில் இருப்பீர்களானா രാത്രി നിന്റെ വീട് യേശു വിസിറ്റ് ചെയ്യാൻ പോവാ. இந்த ராத்திரி இயேசுவின் வீட்டை சந்திக்க போகிறார். ഉറക്കമില്ലാതെ വേദനിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, உறக்கம் இல்லாமல் யாராவது கேட்கிற யாராவது இருப்பீர்களானா അനുഭവത്തിന്റെ കയ്പ് കുടിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ஆமே அனுபவத்திலே கசப்பு காடி குடித்தவர் யாராவது இருப்பீர்களானா നിന്റെ അനുഭവത്തെക്കാൾ വലിയവനാ നിന്റെ ദൈവമെന്ന് ദൈവം വെളിപ്പെടുത്താൻ പോകയാ. உன் அனுபவத்தை பார்க்கிலும் ஆண்டவர் பெரியவர் என்று கர்த்தர் வெளிப்படுத்த போகிறார். നിന്റെ അനുഭവമല്ല വലിയത്, ദൈവമാണ് വലിയത്. உன்னுடைய அனுபவம் அல்ல பெரியது, கர்த்தர் பெரியவராய் இருக்கிறார். ഹല്ലേലൂയ. ஹalleluya. അൽഖോറിയാസ് മഹാലി അൽഖനാസ്. ലേവ്യ കുടുംബത്തിന് പൗരോഹിത്യ ശുശ്രൂഷ ലഭ്യമായി. ஆமே லேவிய குடும்பத்திலே ஆசாரிய வர்க்கம் கிடைத்தது. അതിൽ ഒരാളാണ് സഖറിയ. அதுல ஒரு நபர் சகரியா. സഖറിയാവിന്റെ ഭാര്യ എലിസബത്ത്. சகரியாவுடைய மனைவி எலிசபெத். രണ്ടുപേരും അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ஆமே ரெண்டு பேரும் ஆசீர்வதிக்கப்பட்ட குடும்பம். ലൂക്കോസ് വിശേഷത്തിൽ വായിക്കുന്നു. ஆமே லூக்கான சுவிசேஷத்தில் வாசிக்கிறோம். രണ്ടുപേരും ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയുള്ളവരാണ്. ஆமே ரெண்டு பேரும் தேவ சமூகத்திலே நீதி உள்ளவர்களாய் இருந்தார்கள். എന്നാൽ വീടിന്റെ അകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ஆனால் வீட்டுக்குள்ளே ஒரு சிறிய பிரச்சனை இருந்தது. എന്താ പ്രശ്നം എന്നറിയാമോ? என்ன பிரச்சனை தெரியுமா? കുടുംബത്തിൽ അണയ്ക്കുവാൻ അവർക്കൊരു തലമുറയില്ലാതെയായി പോയി. அந்த കുടുംബത്തിലെ അവர்களை அரவணைக்க ஒரு தலைமுறை இல்லாதிருந்தது. കുടുംബ ജീവിതം ആരംഭിക്കുന്നത് ആരംഭം കുറിച്ചത് തന്നെ തലമുറകളെ ഭൂമിക്ക് കൊടുക്കാൻ വേണ്ടിയാ. ஆமே குடும்பத்தை ஆரம்பிக்கும் போது குறிக்கப்பட்டது ஒரு தலைமுறை கொடுப்பதற்காக தான் ஆரம்பித்தார். ശാപമില്ലാത്ത തലമുറകളെ ഈ പ്രപഞ്ചത്തിന് കൈമാറുക. ஆமே சாபமில்லாத பிள்ளைகளை இந்த பூமியிலே கர்த்தர் கொடுக்க போகிறார். പ്രപഞ്ചത്തിന് വംശനാശം വരാതിരിക്കേണ്ടതിനായി, இந்த தேசத்திலே அழிவு வராமல் இருப்பதற்காக. തലമുറ ഇല്ലാതെ ആ കുടുംബം വേദനിക്കുന്നുണ്ട്. ஆமே குழந்தை இல்லாமல் குடும்பம் வேதனைப்படுகிறது. തലമുറയില്ല, அது குழந்தை இல்லை, പക്ഷേ അവർക്കൊരു മിനിസ്ട്രി ഉണ്ട്. ஆனால் அவருக்கு ஒரு ஊழியம் இருக்கிறது. ഹല്ലേലൂയ. ஹalleluya. അവർക്ക് തലമുറയില്ല, ஆனால் தலைமுறை இல்லை, പക്ഷേ അവർക്കൊരു കോളിംഗ് ഉണ്ട്. ஆனால் ஒரு അழைപ്പ് இருக்கிறது. അവർക്കൊരു തലമുറയില്ല, ஆனால் அவருக்கு தலைமுறை இல்லை, പക്ഷേ ദൈവം വിളിച്ചൊരു വിളി അവരുടെ മേലുണ്ട്. ஆனால் கர்த்தர் அழைத்த ஒரு அழைப்பு இருக்கிறது. ഞാൻ വിശ്വസിക്കുന്നു, நான் വിശ്വസിக்கிறேன். യൗവനത്തിലെ അവരുടെ വിവാഹം നടന്നു കാണും. ஒருவேளை வாலிப பருவத்திலே திருமணம் நடந்திருக்கலாம். ചില വർഷം കഴിയുമ്പോ சில ஆண்டுகள் முடிகின்றன. പലരും ചോദിക്കുന്നുണ്ടാകും, തലമുറയില്ലേ? அவை பலரும் கேட்டதில்லை, உன் பிள்ளை இல்லையா? നോർമലി ചോദിക്കാൻ സാധ്യതയുണ്ട്. அது கேட்கிறதுக்கு ஒரு காரியம் இருக்கிறது. ചോദ്യം ചോദിക്കാൻ നമ്മളെ പോലെ സമർത്ഥർ വേറെ ആരാ ഭൂമിയിലുള്ളേ? அவை கேள்வி கேட்க நம்மை போல திறமசாலிகள் யார் உண்டு பூமியிலே? ധാരാളം പ്രാർത്ഥനയുടെ ഉത്തരം നമുക്ക് ലഭ്യമായാലും, ஆமே அநேக ஜெபத்துக்கு பதில் கிடைத்திருந்தாலும், ഒരെണ്ണത്തിന് മറുപടി കിട്ടാതെ പോയാ, ஒரு காரியத்துக்கு பதில் கிடைக்காமல் இருந்தால், നമ്മുടെ എല്ലാം ചോദ്യം അതിനെ ബേസ് ചെയ്താണ്. அந்த கேள்வி அதை பேசி பண்ணி கேள்வி கேட்பார்கள். അതിന് மறுபடி ഇല്ലേ? அதுக்கு பதில் இல்லையா? ആക്ച്വലി സക്കറിയാവിനും എലിസബത്തിനും ഒരു ടെൻഷനും ഇല്ല. ஆனா குறிப்பாக ஆமை சகரியாவுக்கு ஒரு டென்ஷனும் இல்லை. ടെൻഷൻ മുഴുവൻ നാട്ടുകാർക്കാണ്. ஆனா டென்ஷன் முழுவதும் ஆமை அந்த ஊரை சேர்ந்தவர்கள், மற்றவர்களுக்கு. ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല. நம்ம எதிர்கொள்ளுற பிரச்சனை நமக்கு ஒரு பிரச்சனை அல்ல. മറ്റുള്ളവർക്ക് ഭയങ്കര ടെൻഷനാണ്. ஆனா மற்றவர்களுக்கு பயங்கர டென்ஷன். അവർ അതിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. அவர்கள் அதை குறித்து கேள்வி கேட்டுக் கொண்டிருப்பார்கள். അവർക്ക് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. அவர்களுக்கு வேற வேலை இல்லை, ஆகவே தான் அவர்கள் கேள்வி கேட்டுக் கொண்டிருக்கிறார்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. സക്കറിയാവിനും എലിസബത്തിനും നല്ലൊരു മിനിസ്ട്രി ഉണ്ട്. ஆனால் சகரியாவுக்கு எலிசபெத்துக்கும் மகிமையான ஒரு ஊழியம் இருக்கிறது. ആ മിനിസ്ട്രി അവർക്കുള്ളതിനാൽ, அந்த ஊழியம் அவர்களுக்கு இருப்பதினால், അവർക്ക് വലിയത് ദൈവം അവരെ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റിയാണ്. ஆமை கர்த்தர் அவர்களுக்கு கொடுத்தது ஆமை மகிமையான ஒரு ஊழியம். ദാവീദിന്റെ കാലം വന്നപ്പോ, தாவீதின் காலம் வந்த பொழுது പുരോഹിതന്മാർ അധികമായിരുന്നു, ஆசாரியர்கள் പക്ഷേ அதிகமாயிருந்தார்கள். ആലയം ഒന്നേ ഉള്ളൂ. ஆனால் ஆலயம் ஒன்றாக இருந்தது. പഴയ നിയമത്തിൽ ടാബർനാക്കിൾ സമാഗമന കൂടാരം ഒരെണ്ണം മാത്രമാണ്. ஆமை பழைய ஏற்பாட்டில் ஆசரிப்பு கூடாரம் சினகோகு ஒன்றாகத்தான் இருந்தது. ആ കൂടാരത്തിന് ചുറ്റുമാണ് ഇസ്രായേൽ മക്കൾ താമസിച്ചു കൊണ്ടിരുന്നത്. அந்த ஆசரிப்பு கூடாரம் சுற்றிலும் தான் இஸ்ரவேல் ஜனங்கள் வாசம் பண்ணி கொண்டிருந்தார்கள். ഞാൻ എന്റെ ചർച്ചിൽ പ്രീച്ച് ചെയ്യുമ്പോൾ പറയും, ஆமை சபையிலே அதை போதிக்கும்போது சொல்லுவேன், 6 ലക്ഷം മക്കൾക്ക് 6000 ചർച്ചില്ല, ഒറ്റ ചർച്ച്. 6 லட்சம் ஜனங்களுக்கு 6000 ஆலயம் இல்லை, ஒரே ஒரு ஆலயம் இருந்தது. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ഒരു ആലയത്തിലെ ദൈവത്തിന്റെ പ്രസൻസ് ആണ് ലക്ഷക്കണക്കിന് മക്കളെ മൂടിക്കൊണ്ടിരുന്നത്. அந்த ஆலயத்தில் வெளிப்பட்ட மகிமைதான் லட்சக்கணக்கான ஜனங்களை மூடிக்கொண்டிருந்தது. എന്തിനാ ദൈവം നമുക്ക് ആലയം തന്നറിയാമോ? எதற்காக தேவன் ஆலயத்தை தந்திருக்கிறார்? അവന്റെ പ്രസന്നം ഇറങ്ങി വരാൻ വേണ്ടിയാ. அவருடைய பிரசன்னம் இறங்கி ആ வருவதற்காக. ദേവ പ്രസന്നം ഇറങ്ങി വന്നു
വന്നാ தேவ பிரசன்னம் இறங்கி ആ வந்தால் നാട് മുഴുവൻ ആ സാന്നിധ്യം കൊണ്ട് മൂടുവാനിടയായി அந்த തീരും. தேசம் முழுவதும் தேவ மகிமையினால் மூடுவதற்கு ஏதுவாக இருக்கிறது. ഇന്ന് രാത്രി ആലയത്തിന്റെ അകത്ത് ദൈവ പ്രസന്നം വെളിപ്പെട്ടു വരട്ടെ. அந்த ஆலயத்தில் தேவ பிரசன்னம் வெளிப்பட்டு வருவதாக. എന്നോട് ചേർന്ന് എല്ലാവരും കരങ്ങളെ ഉയർത്തി വായി തുറന്ന് പറയുക ദൈവ പ്രസന്നം. கையை வைத்து வாய் திறந்து சொல்லுங்க தேவ பிரசன்னம். One more time ഒരിക്കൽ കൂടി പറയുക ദൈവ പ്രസന്നം. ஆமென். ஒரு தடவை தேவ பிரசன்னம். ദൈവ സാന്നിധ്യം ഇറങ്ങുന്നില്ല എങ്കിൽ ആലയം കൊണ്ട് അർത്ഥമില്ല. ஆமென். தேவ பிரசன்னம் இறங்கவில்லை இல்லை என்றால் ஆலயம் கொண்டு ஒரு அர்த்தம் இல்லை. എന്റെ കർത്താവ് മോസസിനോട് ഇങ്ങനെ പറഞ്ഞു, என்னுடைய ஆண்டவர் மோசேயை பார்த்து சொன்னார், ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു തിരുനിവാസം ഉണ്ടാക്കണം. நான் உங்கள் மத்தியிலே வாசம் பண்ணுவதற்காக ஒரு ஆமை கூடாரத்தை உண்டு பண்ண வேண்டும். നിങ്ങൾക്ക് വസിപ്പാനല്ല എനിക്ക് വസിക്കുവാൻ. உங்களுக்கு வாசம் பண்ணுவதற்காக அல்ல, நான் வாசம் பண்ணுவதற்கு. ഇന്ന് രാത്രി ഞാൻ ദൈവ സാന്നിധ്യത്തെ നിങ്ങളോട് പറയുന്നു. இன்று ராத்திரி தேவ பிரசன்னத்தோடு நான் சொல்லுகிறேன், നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന മന്ദിരങ്ങളാണ്. நீங்கள் தேவனுடைய மகிமை சுமக்கிற தேவனுடைய ஆலயமாய் இருக்கின்றீர்கள். ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വാസം ചെയ്യുകയാ. தேவனுடைய ஆவியானவர் உங்களுக்குள்ளே வாசமாய் இருக்கிறார். നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ நாம் ஒருமித்து கூடுகின்ற ഈ பொழுது ദേശം മുഴുവൻ അവന്റെ പ്രസന്നത്താൽ നിറയപ്പെടുമാറാകട്ടെ. இந்த தேசம் முழுவதும் தேவ மகிமையினால் நிறைந்திருப்பதாக. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയോ? எத்தனை விசுவாசிக்க കുറെ முடிகிறது? വർഷങ്ങളായി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാ ഞാനും നിങ്ങളോ. ஆமே, பல ஆண்டுகளாய் தேவனுடைய ஆவியை பெற்றுக்கொண்டவள் நீங்களும் நானும். 10 വർഷം 20 വർഷം 50 വർഷം 60 വർഷം 70 വർഷം. ஆமே, 10 வருஷம், ஆமே 20 வருஷம் 40 வருஷம் 50 வருஷம் 70 வருஷம். എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിനെ പെറ്റിക്കൊണ്ടത്? ஆமே, ஏன் இந்த பரிசுத்த ஆவியை பெற்றுக்கொண்டிருக்கிறீர்கள்? ബൈബിൾ പറയുന്നു, பைபிள் சொல்லுகிறது, ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെട്ടു. ஆமே, வல்லமை அவிடத்தில் புறப்பட்டது. നീ അവന്റെ സാന്നിധ്യം വഹിക്കുന്ന ഒരാളാണെങ്കിൽ தேவ மகிமை சுமக்கிற ஒரு நபராய் നീ இருக்கலாம். ഒരു സാധാരണ പെന്തക്കോസ്തുകാരനായി പോകരുത്. ஒரு சாதாரணப்பட்ட பெந்தேகோஸ்துக்காரனாய் மாறக்கூடாது. നിന്റെ മേൽ നിന്ന് ദൈവശക്തി പുറപ്പെടുവാനിടയാകണം. ஆமே, உனக்குள் இருந்து தேவனுடைய வல்லமை புறப்படுவதற்கு ஏதுவாய் மாற வேண்டும். അങ്ങനെ ഒരു സമയം വന്നു ചേരാൻ പോകയാ. அப்படிப்பட்ட ஒரு நேரம் வரப்போகிறது. സഖറിയാവും എലിസബത്തും ശുശ്രൂഷ നിർവഹിക്കുകയാ. ஆமே, சகரியாவும் எலிசபெத்தும் ஊழியத்தை ஆரம்பிக்கிறார்கள். ദാവീദിന്റെ കാലം വന്നപ്പോ தாவீதின் காலம் வந்த பொழுது അനേകം പുരോഹിതന്മാരായി, அநேக ஆசாரிகள் இருந்தார்கள். അവസാനം 24 ഗ്രൂപ്പുകളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു. ஆமே, கடைசியாக 24 குரூப்புகளாக அவன் അതിൽ பிரிக்கப்பட்டிருந்தான். ഒരു ഗ്രൂപ്പിലുള്ള ആളാണ് സഖറിയാവ്. அதில் ஒரு குரூப்பில் தான் சகரியா உட்பட்டவனாக இருந்தான். എല്ലാവർക്കും ഒരുമിച്ച് ആലയത്തിൽ പോയി മിനിസ്റ്റർ ചെയ്യാൻ ഒക്കുകയില്ല. எல்லாருக்கும் ஒருமித்து ஆலயத்தில் சென்று ஊழியம் செய்ய முடியாது. സഖറിയാവിന്റെ ടൈം വരുമ്പോ ஆமே, சகரியாவுடைய வரிசை வருகின்ற பொழுது സഖറിയാവ് ആലയത്തിൽ പോയി മിനിസ്റ്റർ ചെയ്യും. ஆமே, சகரியா ஆலயத்தில் சென்று ஊழியத்தை செய்ய போகிறார். യൗവന പ്രായം കഴിഞ്ഞു, ஆமே, வாலிப பருவம் முடிந்தது. വർഷം കുറെ കഴിഞ്ഞു, ஆண்டுகள் குறைய கழிந்து போனது. രണ്ടുപേരും വൃദ്ധരായി മാറി. 2 பேரும் ஆமே முதிர்ந்தவனாய் மாறினார்கள். അപ്പോഴും അവർ ശുശ്രൂഷയിലാണ്. அப்பொழுது அவர் ஊழியம் செய்து கொண்டிருக்கிறார்கள். മിനിസ്ട്രിയിൽ ഒരു റിട്ടയർമെന്റ് ഇല്ല. ஆமே, ஊழியத்திலே ரிட்டையர்மென்ட் இல்லை. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? எத்தனை பேர் ஆமென் சொல்ல முடியும்? ഊഴിയത്തിൽ റിട്ടയർമെന്റ് ഇല്ല. ஊழியத்தில் ரிட்டையர்மென்ட் இல்லை. കണ്ണടയുവോള് ஆமே, கண் அடைகின்ற பொழுது നിന്റെ മരണം നടക്കുവോള് மரணம் நடக்கிற வரைக்கும் ദൈവം നിനക്ക് തന്ന ദർശനം നീ ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുക. தேவன் கொடுத்த தரிசனத்தை அது நிறைவேற்றிக் கொண்டே இருக்க வேண்டும். എത്ര പേര് ഇന്ന് രാത്രി ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ തയ്യാറുണ്ട്? எத்தனை பேர் ஆவியிலே ஸ்தோத்திரம் பண்ண தயாராக இருக்கிறீர்கள்? ഫിസിക്കലി ആരെങ്കിലും വീക്ക് ആയിരിക്കുന്നെങ്കിൽ, ஆவிக்குரிய வாழ்க்கையில யாராவது பலவீனப்பட்டு இருப்பீர்களானால் എന്താ നിന്റെ ആരോഗ്യം എന്നറിയാമോ? என்ன உனக்கு ஆரோக்கியம் தெரியுமா? നിന്റെ മിനിസ്ട്രി തന്നെയാ നിന്റെ ബലം എന്ന് പറയുന്നത്. ஆமே, ஊழியம் தான் அது உனக்கு அது பலனாக இருக்கிறது. ഹല്ലേലൂയ. ஹalleluya. വാർദ്ധക്യം വന്നു. ஆமே, அவ வயசு சென்றவர்களாய் மாறினார்கள். സഖറിയാവും എലിസബത്തും ஆமே, சகரியாவும் ஆமே, சகரியாவும் எலிசபெத்தும் യഹൂദിയ നാട്ടിൽ താമസിക്കുകയാ. ஆமே, யூதேய நாட்டிலே வாசம் பண்ணுகிறார்கள். നാട്ടിലുള്ളവരെല്ലാം പറയുന്നുണ്ട്, ആ നാട്ടിൽ இருக்கிற எல்லாரும் சொல்லுகிறார்கள், എന്നാലും നമ്മുടെ പള്ളിയിലെ അച്ഛന് മാത്രം കൊച്ചില്ലല്ലോ. ஆம், என்றாலும் நம்முடைய சபைയുടെ ஆசாரியனுக்கு குழந்தையே இல்லையே. നമ്മുടെ സഖറിയാവിനും എലിസബത്തിനും മക്കളില്ലല്ലോ. ஆமே, சகரியாவுக்கும் எலிசபெத்துக்கும் குழந்தை இல்லையே. എത്രയോ മക്കളെയാണ് ആ സഖറിയാവ് കൈവച്ച് ആശീർവദിക്കുന്നത്. எத்தனையோ பிள்ளைகளை குழந்தைகளை சகரியா ஆசீர்வதித்திருக்கிறார். ഓരോ കുഞ്ഞുങ്ങളുമായി പേരൻസ് വരുമ്പോ
ஒவ்வொரு பிள்ளைகளாய் பேரண்ட்ஸ் வருகின்ற ആ பொழுது കുഞ്ഞിനെ കയ്യിലെടുത്ത് സക്കറിയാവ് ആശീർവദിക്കും. அந்த பிள்ளைகளை கையில் எடுத்து சகரியா ஆசீர்வதிப்பான். യഹോവ സീയോനിൽ നിന്ന് നിന്നെ ആശീർവദിക്കുമാറാകട്ടെ. கர்த்தர் சீயோனிலிருந்து உன்னை ஆசீர்வதிப்பாராக. പക്ഷെ സക്കറിയാവിനും എലിസബത്തിനും മാത്രം തലമുറയില്ല. ஆனால் சகரியாவுக்கு எலிசபெத்தும் குழந்தை இல்லை. അവിടെ മുഴുവൻ അത് ഫ്ലാഷ് ന്യൂസ് ആണ്. அங்கு முழுவதும் அது செய்தியாய் மாறிவிட்டது. എല്ലാരും വായി തുറന്ന് പറയുന്നുണ്ട്. எல்லாரும் வாய் திறந்து சொல்லுகிறார்கள், നമ്മുടെ സക്കറിയാവിനും എലിസബത്തിനും എന്താ ഇങ്ങനെ സംഭവിക്കുന്നേ? ஐயோ சகரியாவுக்கு எலிசபெத் இப்படியா சம்பவிக்கிறது? ആ വീട്ടിൽ എന്താ അങ്ങനെ സംഭവിച്ചേ? அந்த வீட்டில் ஏன் அப்படி ഈ சம்பவித்தது? വീട്ടിൽ എന്താ അങ്ങനെ സംഭവിച്ചേ? இந்த வீட்டில் ஏன் அப்படி சம்பவித்தது? എന്നാലും വളരെ കഷ്ടമായി പോയി. അത് என்றால் அது மிகுந்த வேதனையாய் இருக்கிறது. വളരെ ദുഃഖമായി പോയി. அது மிகவும் துக்கமாய் இருக்கிறது. നല്ല വീടായിരുന്നു, நல்ல வீடா இருந்தது. എത്ര നല്ല ഒരു ഹസ്ബൻഡ്, எத்தனை நல்ல ஒரு புருஷன், എത്ര നല്ല ഒരു വൈഫ്. எத்தனை நல்ல ஒரு மனைவி. പിന്നെന്താ ഇങ്ങനെ സംഭവിച്ചേ? ஏன் இப்படி சம்பவித்தது? ഇതുപോലെ ചില വീടുകളെ കുറിച്ച് മനുഷ്യർ പറയുന്നുണ്ട്. ஆம், இதே போல வீடு குறித்து சில மனுஷர்கள் சொல்லுகிறார்கள். പരസ്യമായി പറയില്ലെങ്കിലും രഹസ്യമായി പറയോ? வெளிரங்கமாய் சொல்லாவிட்டாலும் அந்தரங்கமாய் சொல்லுகிறார்கள். നല്ല വീടല്ലേ, நல்ல வீடுதானே, ഒരു കുഴപ്പമില്ലായിരുന്നു. ஒரு பிரச்சனை இல்லையே. പക്ഷെ എന്തു പറ്റി ഇങ്ങനെ? என்ன சம்பவித்தது இப்படி? എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ ஏன் കാര്യം? இப்படி சம்பவிக்க காரணம் என்ன? ആർക്കും ഒരു ആൻസർ കിട്ടുന്നില്ല. யாருக்கு எந்த பதில் கிடைக்கவில்லை. ഇങ്ങനെ ഇരിക്കുമ്പോ இப்போது இருக்கின்ற பொழுது ഒരു സമയം വന്നു. ஒரு நேரம் வந்தது. സെക്കറിയാവൻ ആലയത്തിൽ ചെന്ന് മിനിസ്റ്റർ ചെയ്യാനുള്ള ടൈം എത്തി. ஆசாமி சகரியாவுக்கு ஆலயத்தில் சென்று ஊழியம் செய்ய ஒரு வாய்ப்பு கிடைத்தது. ഉടനെ സെക്കറിയാവ് എന്താ പറയണേ? உடைய சகரி என்ன சொல்லுகிறார்? ഞാൻ ഇത്രയും വർഷം മിനിസ്റ്റർ ചെയ്തു, நான் இத்தனை ஆண்டுகள் ஊழியம் செய்தேன், എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായില്ല, என் ஜெபத்துக்கு பதில் உண்டாகவில்லை, എനിക്കൊരു തലമുറയെ ദൈവം തന്നില്ല, எனக்கு ஒரு குழந்தை தரவில்லை, അതുകൊണ്ട് ഞാൻ ഇനി മിനിസ്റ്റർ ചെയ്യാൻ പോകുന്നില്ല എന്നല്ല സെക്കറിയാവ് പറഞ്ഞേ. நான் இனி ஊழியம் செய்ய மாட்டேன் என்று சகரியா சொல்லவில்லை. എന്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നോ വന്നില്ലയോ ഇതെനിക്ക് പ്രശ്നമല്ല. என் ஜெபத்துக்கு பதில் வந்தது இல்லை என்று இது பிரச்சனை இல்லை. എന്നെ അളൈത്തവർ ഉണ്മയുള്ളവൻ, என்னை விழிச்சவன் விசுவஸ்தன், എന്നെ വിളിച്ച് മിനിസ്ട്രി തന്നവനാണ് എനിക്ക് വലിയത്. ஆமா, என்னை ஊழித்து அழைத்து தந்தவர் தான் பெரியவர். എനിക്ക് അവന്റെ മിനിസ്ട്രി ചെയ്യാൻ പോകണം. நான் அவர் ஊழியம் செய்ய போகிறேன். എലിസബത്തിനോട് പറഞ്ഞു കാണോ, எலிசபெத்தை பார்த்து சொல்லி എന്റെ இருக்கிறார், ടൈം വന്നു, என்னுடைய நேரம் வந்தது, ഞാൻ ചർച്ചിൽ പോവാ, நான் സഭയ്ക്ക് പോകുகிறேன், എനിക്ക് മിനിസ്ട്രി ചെയ്യണം, நான் ஊழியம் செய்யணும். കയ്യിൽ മിനിസ്ട്രി ചെയ്യാനുള്ളതെല്ലാം കയ്യിലെടുത്തു. ஆமா, ஊழியம் செய்ய எல்லாவற்றையும் உபகரணத்தை கையில் எடுத்தார். ബൈബിൾ പറയുന്നു ധൂപവർഗം എന്ന, മലയാളത്തിൽ ധൂപവർഗം, ஆமா, பைபிளில் தூப வர்க்கம் என்று சொல்லுகிறது. എല്ലാം കയ്യിലെടുത്തുകൊണ്ട് ഞാൻ പോകയാ. எல்லாவற்றையும் கையில் எடுத்துக்கொண்டு போகிறான். വാർദ്ധക്യം ചെന്നൊരു മനുഷ്യൻ, ஆமா, വയது சென்ற ஒரு மனிதன் എത്രയോ വർഷമായി മിനിസ്ട്രിയിലാണ്, எத்தனையோ ஆண்டுகள் ஊழியம் செய்கிறான். ഇങ്ങനെ മിനിസ്ട്രി ചെയ്യാൻ പോകുമ്പോ அப்பொழுது ஊழியம் செய்ய போகிறார். സഹോദരി സഹോദര, அருமையான சகோதரா சகோதரி, യാത്ര നിങ്ങൾ കാണണം. அந்த பிரயாணத்தை கவனிக்க வேண்டும். വർഷങ്ങളായി താൻ നിന്ന ചുമക്കുകയാ, ஆண்டுகளாய் நிந்தை சுமக்கிறான். ഒത്തിരി ക്വസ്റ്റ്യൻസ് തന്റെ മുമ്പിലുണ്ട്, அநேக கேள்விகள் அவனுக்கு முன்பாக இருக்கிறது. താൻ മിനിസ്ട്രി ചെയ്യാൻ പോകുമ്പോ, ஆனால் ஊழியம் செய்ய போகும்போது ഒരു ബോട്ട്, ഒരു ഷിപ്പ് വെള്ളത്തിൽ കൂടി പോകുന്നത് പോലെയാ, ஒரு படகு தண்ணீரில் போகிறது போல ആ വെള്ളമെല്ലാം വഴിമാറി കൊടുക്കോ. தண்ணி எல்லாம் வழி மாறி கொடுக்கிறது. നിന്റെ വിളിയാണ് വലിയത്. உன்னுடைய அழைப்பு தான் பெரிதாக இருக்கிறது. ഇന്ന് രാത്രി വിളിയുള്ളവർ വായ അടച്ചിരിക്കരുത്. அழைப்பு உள்ளவர்கள் வாய் மூடி இருக்க கூடாது. നിന്റെ വിളിയുമായി നീ വരുമ്പോ உன்னுடைய அழைப்புமாய் வருகின்ற பொழுது ടെൻഷൻസ് എല്ലാം വഴിമാറുവാൻ തുടങ്ങും. ஆமென், டென்ஷன் வழி மாற ஆரம்பிக்கிறது. നിരാശകളെല്ലാം വഴിമാറാൻ തുടങ്ങും. வேதனைகள் எல்லாம் வழி மாற ஆரம்பிக்கிறது. ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ, കേൾവികളെല്ലാം വഴിമാറാൻ തുടങ്ങും. ஆமென், கேள்விகள் எல்லாம் வழி மாற ഇന്ന് ஆரம்பிக்கிறது. രാത്രി ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ இந்த ராத்திரி தூது நான் சொல்லிக் கொண்டு இருக்கின்ற பொழுது ചിലരുടെ പ്രശ്നങ്ങൾ വഴിമാറാൻ പോകയാ. சில பிரச்சனைகள் இந்த ராத்திரி வழி மாற போகிறது. മോശയുടെ മുമ്പിൽ ചെങ്കടൽ വഴി മാറിയതുപോലെ, மோசேக்கு முன்பதாக செங்கடல் வழி மாறினது போல, യോശുവയുടെ മുമ്പിൽ യോർദാൻ വഴി മാറിയതുപോലെ, ஆமை யோசுவாவுக்கு முன்பதாக ஆமை யோர்தான் வழி மாறினது போல, രാത്രി നിന്റെ വിളിക്ക് വേണ്ടി നീ മൂവ് ചെയ്യുമ്പോൾ, உடைய அழைப்புக்காக முன்போட்டு கால் வைக்கும்போது നിന്റെ പ്രശ്നങ്ങൾ തന്നെ വഴിമാറാൻ തുടങ്ങും. உடைய பிரச்சனை உனக்கு முன்பாக வழி விலக போகிறது. ധൈര്യത്തോടെ ആലയത്തിലേക്ക് മൂവ് ചെയ്യുക. ஆமை தைரியமாய் ஆலயத்தில் வாருங்கள். ബൈബിൾ പറയുന്നു, பைபிள் சொல்லுகிறது, സെക്കറിയാവ് നേരെ ആലയത്തിൽ ചെന്നു. ஆமை சகரியா ஆலயத்தில் சென்றான். താൻ തന്റെ എൻട്രൻസിൽ കൂടി അകത്ത് കയറി. வாசல் ஆமை அந்த ஆமை என்ட்ரன்ஸ்ல உள்ளே நுழைந்தான். ആ ടാബർനാക്കൽ സമാഗമന കൂടാരം 3 പാർട്ടാണ്. ஆசரிப்பு கூடாரம் 3 பகுதியாக இருக்கிறது. ഫസ്റ്റ് എൻട്രൻസ്, ஃபர்ஸ்ட் என்ட்ரன்ஸ், 2 വിശുദ്ധ സ്ഥലം ഹോളി പ്ലേസ്, ஆமை 2 பரிசுத்த ஸ்தலம், ஆமை பரிசுத்த ஸ்தலம், മൂന്നാമത്തെ സ്ഥലം അതിപരിശുദ്ധ സ്ഥലം മോസ്റ്റ് ഹോളി പ്ലേസ്, அது மூன்றாவது இடம் மகா பரிசுத்த ஸ்தலம். താൻ തന്റെ എൻട്രൻസിലെത്തി. முதல் என்ட்ரன்ஸ்ல செல்லுகிறான். ഇനി തനിക്ക് ഹോളി പ്ലേസിലേക്ക് പോകണം. அடுத்து அவன் பரிசுத்த ஸ்தலத்தில் போக வேண்டும். അവിടെ വെച്ചാണ് താൻ ഇങ്ങനെ ധൂപം കാട്ടുന്നത്. அங்கு அவன் தூபன் காட்டிக் கொண்டிருக்கிறான். മിനിസ്റ്റർ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ, ஊழியம் செய்து கொண்டிருக்கும் போது എനിക്ക് മക്കളില്ലല്ലോ എന്നുള്ള ചിന്ത അവിടെ വരുന്നില്ല. ஐயோ எனக்கு பிள்ளை இல்லை என்று சிந்தை அவன் சிந்திக்கவில்லை. നല്ലൊരു മിനിസ്ട്രി
ദൈവം തന്ന നല്ലൊരു ഊഴിയം ആണ്ടവർ തന്നാൽ സകലതും നീ മറക്കുകയാണ്. സകലവരെയും മറക്ക வேண்டும். ദൈവ സാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെട്ടാൽ, தேவ மகிமை உன்மேல் வெளிப்பட்டால் സകല വേദനയെ നീ മറക്കുകയാണ്. சகல வேதனையை மறக்க வேண்டும். ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ രാത്രി ഞാൻ சொல்லிக்கொண்டு இருக்கின்ற பொழுது മേടയിൽ അവന്റെ പ്രസൻസ് അനുഭവിക്കുന്നുണ്ട്. நான் மேடையிலே கர்த்தருடைய மகிமை உணர்ந்து கொண்டிருக்கிறேன். എത്ര വേലക്കാർ അനുഭവിക്കുന്ന എനിക്കറിയില്ല, எத்தனை ஊழியக்காரர் அனுபவிக்கல எனக்கு தெரியவில்லை. കൃപാസനത്തിന്റെ പല മേടകളിൽ ഞാൻ പ്രീച്ച് ചെയ്തിട്ടുണ്ട്. ஆமே கிருபாசன பல மேடைகளில் பிரசங்கித்திருக்கிறேன். പക്ഷേ ഇതുപോലൊരു മേട ഞാൻ കണ്ടിട്ടില്ല. ஆனா இதே போல ஒரு மேடை நான் பார்க்கவில்லை. അതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെടുന്നത് ഞാൻ തിരിച്ചറിയുകയാണ്. அதே போல தேவ மகிமை வெளிப்படுகிறது நான் ஆவியிலே உணர்ந்து கொண்டிருக்கிறேன். സകല വേദനകളെ മറക്കുന്നതാണ് നിന്റെ മിനിസ്ട്രി. ஆமே சகல வேதனையை மறக்கிறதுதான் உன்னுடைய ஊழியம். നിന്റെ അഭിഷേകത്തിന്റെ മിനിസ്ട്രി, ஒரு அபிஷேகத்தின் ஊழியம். നിന്റെ കയ്യിലെ ധൂപവർഗ്ഗം, ஒரு கையில தூப வர்க்கம். നീ അത് മിനിസ്ട്രി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ, அது ஊழியம் செய்து கொண்டிருக்கும்போது ആലയത്തിന്റെ അകത്ത് വെളിപ്പെടുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പുക, ஆலயத்தில் வெளிப்பட தேவ மகிமை புகை നിന്റെ വേദനയെ മറക്കുമാറാക്കുകയാ. தேவனுடைய வேதனையை மறக்க பண்ணுகிறது. നിന്റെ പ്രശ്നങ്ങളെ മറക്കുമാറാക്കുകയാ. பிரச்சனையை மறக்க பண்ணுகிறது. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ராத்திரி இங்க நிக்கின்ற ഈ பொழுது കൂടാരം മുഴുവൻ അവന്റെ പുക കൊണ്ട് നിറയാൻ പോകുകയാ. இந்த கூடாரம் முழுவதும் கர்த்தருடைய புகையினாலே தேவன் நிரப்ப போகிறார். ആരെല്ലാം വീടിന്റെ അകത്തിരുന്ന് ഓൺലൈനിൽ ഇത് വാച്ച് ചെയ്യുന്നു, யாரெல்லாம் வீட்டிலிருந்து லைவ் மூலம் பார்த்து கொண்டிருக்கிறீர்களோ, പ്രസന്നം നിന്നെ മൂടുകയാണ്. தேவ மகிமை உன்னை மூடுகிறது. ഏത് ചർച്ചിലെ വിശ്വാസിയുമേക്കൊള്ളട്ടെ, ஆமென். சபை விசுவாசிகள் மேலே, ഈ കൃപാസനത്തിലെ വിശ്വാസിയോ, நீ கிருபாசன விசுவாசியோ, CSIയിലെ വിശ്വാസിയോ, CSI விசுவாசியோ, right now இப்பொழுது പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാണ്. பரிசுத்த ஆவியை தொடுகிறார். അവന്റെ പ്രസൻസ് നിന്നെ മൂടുകയാണ്. அவருடைய பிரசன்னம் உன்னை மூடுகிறது. നീ ദൈവത്തിന്റെ സഖരിയാവാണെങ്കിൽ, ஆமென். தேவனுடைய சகரியாவாயானால், ദൈവത്തിന്റെ എലിസബത്ത് ആണെങ്കിൽ, நீ தேவனுடைய எலிசபெத் ஆயினாய். രാത്രി അവന്റെ ഷെഖീന, அவன் ராத்திரியோட செக்கினா അലബ്രഖോ ശഖതറയ ബഖതറയ ബഖത. ബാബ്രഖോ ശഖതറയ ബഖ ലാഠ ഖതറ ബഖ ശഖതറയ ബഖന്ദറിയ ബഖദറിയ ബ മജസ്റ്റി റാബ്രഖോ ശബഥാൽ കബബ്ര ബഖന്ദലയ ബഖന ഹോറബദ ജനഗബൗ ശബബബബബബബ ഹസറ ബഖതറയ ബഖന. താനിങ്ങനെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ அவன் ஊழியத்தை செய்து கொண்டிருக்கின்ற பொழுது ബൈബിൾ പറയുന്നു, பைபிள் சொல்லுகிறது, ബൈബിൾ പറയുന്നു, பைபிள் சொல்லுகிறது, വളരെ പെട്ടെന്ന് திடீரென்று ദൈവത്തിന്റെ ദൂതന ഹോളി പ്ലേസിന്റെ അകത്ത് ഇറങ്ങി. அவன் திடீரென்று தேவனுடைய தூதன் மகா பரிசுத்த ஸ்தலத்தில் இறங்கினார். ഹോളി പ്ലേസ് മുഴുവൻ വെളിച്ചം കൊണ്ട് നിറഞ്ഞു. அவன் பரிசுத்த ஸ்தலம் முழுவதும் தேவ வெளிச்சத்தால் நிரம்பப்பட்டது. പരിശുദ്ധ സ്ഥലം മുഴുവൻ വെളിച്ചം കൊണ്ട് നിറഞ്ഞു. அந்த பரிசுத்த ஸ்தலம் முழுவதும் வெளிச்சத்தால் நிரம்பினது. അതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടില്ല. அதற்கு முன்பு அப்படி சம்பவிக்கவில்லை. അവന്റെ ലൈഫിൽ ഇത് ഫസ്റ്റ് ടൈം ആണ്. அவன் சகரியாவுடைய வாழ்க்கையில ஃபர்ஸ்ட் டைம். ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, அவன் ராத்திரி ஆவியிலே சொல்லுகிறேன், വർഷങ്ങളായി സംഭവിക്കാത്ത ചിലത് സംഭവിക്കാൻ പോകുകയാ. ஆண்டுகள் நடக்காததை இன்று ராத்திரி நடக்க போகிறது. വർഷങ്ങളായി വെയിറ്റ് ചെയ്തത് വേസ്റ്റ് അല്ലെന്ന് വെളിപ്പെടുത്താൻ പോകുകയാ. ஆண்டுகளை காத்து வேஸ்ட் அல்ல என்பதை கர்த்தர் வெளிப்படுத்த போகிறார். യെസ്, ഇതുവരെ സംഭവിക്കാത്തത്, இதுவரை நடக்காததை, എന്റെ ലൈഫിൽ ഇതുവരെ കാണാത്തത്, உன் வாழ்க்கையில் இதுவரை பார்க்க முடியாததை, ഇതുവരെ കേൾക്കാത്ത വിടുതലുകൾ, இதுவரை கேட்காத விடுதலை, ഇതുവരെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാത്തത് ചെയ്യാൻ പോകുകയാ. இதுவரை ஆண்டவர் செய்யாததை கர்த்தர் இன்றைக்கு செய்ய போகிறார். എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറുണ്ട്? எத்தனை விசுவாசி தயாராக இருக்கிறீர்கள்? കരങ്ങൾ അടിച്ചത് റിസീവ് ചെയ്യുക. கைகளை தட்டி அதை ஏற்றுக்கொள்ளுங்கள். ഇതുവരെ നിന്റെ ഫാമിലിയിൽ സംഭവിക്കാത്ത വിടുതലുകൾ, இதுவரை உன் குடும்பத்தில் நடக்காத விடுதலைகள், നിന്റെ മകളെ കുറിച്ച് ഓർത്ത് നീ വേദനിക്കുകയാണോ? உன் மகளை குறித்து நீ வேதனைப்படுகிறாயோ? നിന്റെ മകനെ കുറിച്ച് ഓർത്ത് വേദനിക്കുകയാണോ? நீ மகனை குறித்து வேதனைப்படுகிறாயோ? ഇതുവരെ നിന്റെ മക്കളിൽ സംഭവിക്കാത്ത വിടുതലുകൾ ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുകയാ. இதுவரை பிள்ளைகளுக்கு நடக்காத விடுதலை இன்று ராத்திரி விடுதலை சம்பவிக்கிறது. Harbina hasas mitikalia prakosha makatania machada brahosa samakandalaya makana. Hallelujah.
സാധാരണ അതിപരിശുദ്ധ സ്ഥലത്താണ് ഷെഖൈന വെളിപ്പെടുന്നത്. சாதாரணமாக மகா பரிசு ஸ்தலத்தில் தான் ஷெக்கீனா வெளிப்படும். വിശുദ്ധ സ്ഥലത്തേക്ക് അത് വരാറില്ല. பரிசு ஸ்தலத்தில் அது வருவது இல்லை. എന്നാൽ ഇന്ന് പരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുകയാ. ஆனால் பரிசு ஸ்தலத்தில் தேவனுடைய தூதன் இறங்குகிறார். എന്റെ വിശ്വാസം, என்னுடைய விசுவாசம், സഖറിയാവ് വിറച്ചു പോയി കാണും. ஆமை சகரியா நடுங்கி இருக்கலாம். എന്താ കാര്യം? என்ன காரியம்? വന്നത് മനുഷ്യനല്ല, ദൂതനാണ്. வந்தது மனிதன் அல்ல, தூதன் வந்திருக்கிறார். വേണ്ടി വന്നാൽ നിനക്ക് വേണ്ടി ദൂതനെ അയക്കാൻ ഇന്നും 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 ദൈവം തയ്യാറാണ്. ஆமை தேவைப்பட்டால் இன்றும் 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 தூதனை அனுப்ப தேவன் தயாராயிருக்கிறார். Come on, ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദൂതൻ പുറപ്പെടുകയാ. நான் இந்த வார்த்தை சொல்லும்போது தூதன் புறப்படுகிறார். ദൈവത്തിന്റെ ദൂതൻ പുറപ്പെടുകയാ. தேவனுடைய தூதன் புறப்படுகிறார். ഇന്ത്യയുടെ വട ഇന്ത്യയിലേക്ക് ദൈവത്തിന്റെ ദൂതൻ പുറപ്പെടാൻ പോകുകയാ. ஆமா, இந்தியாவிலே வட இந்தியாவிலே கர்த்தருடைய தூதர்கள் புறப்படுகிறார்கள். யூபியிലേക്ക് ദൈവത്തിന്റെ ദൂതൻ പുറപ്പെടട്ടെ. ஆமா, தீவிலே தேவனுடைய தூதன் புறப்படுவாராக. ചില ഉപദ്രവങ്ങൾ നടക്കുന്ന സ്റ്റേറ്റിലേക്ക് ദൈവത്തിന്റെ ദൂതൻ പുറപ്പെടട്ടെ. ஆமா, உபத்திரம் நடக்கிற மாநிலத்தில் தூதன்மார்கள் புறப்படுவாராக. ஷாஹி மஸ்கரோ சில் காபி தகார மகாஷ கதரய பகாஸ் ரபதரய பகாஷ கதர பகாசல தவல பர்பகோஷ சகதர கபா. കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി പിടിച്ചാട്ടെ. கைகளை பரத்து நேராக உயர்த்தி பிடியுங்கள். പ്രസന്നം പ്രസന്നം ദേവ പ്രസന്നം ഹല്ലേലൂയ പ്രസന്നം പ്രസന്നം ശകതര ബക ബബ 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 പ്രസന്നം പ്രസന്നം ലപ്രകാശ ഠക ബബ ഓര ബബ ലദന ചന സര ചലരബോ പ്രസന്നം പ്രസന്നം ദേവ ശബ ബബ ബബ ബബ. കരങ്ങളെ ഉയർത്തി പറ. രാജാ ഉം പ്രസന്നം പോതുമയ്യാ எப்போதும் எனக்கு போதுமையா. ராஜா உம் பிரசன்னம் போதுமையா எப்போதும் எனக்கு. ஷபபபப ஓ பிரசன்னம். Mighty name of Jesus. Mama mama Deva. Hallelujah. Prasannam. Thank you for your presence, Lord. ആരാധനേ ഉമക്ക് ആരാധനേ ആരാധനേ ഉമക്ക് ആരാധനേ ഉമക്ക് ആരാധനേ നன்றி ஆண்டவரே, நன்றி ஆவியானவரே. சிம்ஹாசனத்தில் வேண்டிருக்கும் பரிசுத்தரே பரிசுத்தரே. சிம்ஹாசனத்தில் வேண்டிருக்கும் பரிசுத்தரே பரிசுத்தரே. ஆராதனே லைபினாயா சுகோ லபினாரா பச்சனா சலபா ஹதரா பச்சனா. ஆராதனே உமக்கு. Lift up your hands. Come on. Maskara just അവന്റെ പ്രസന്നത്തെ റിസീവ് ചെയ്യുക. Thank you for your presence, Lord. Raptipiko ആരാധനേ. ഓ രാജാന ബകതര ബകതര ബ. രൂപുകൾ
പോറ്റിടും ഉമ്മ പരിശുദ്ധരെ കെരൂബികൾ സരബഖബ്രബകോഷിയ പോറ്റിടും ഉമ്മ പരിശുദ്ധരെ നീരില്ലാത നാളല്ല നീരില്ലാത നാളാകുമാ നീരില്ലാത വാഴ്വല്ല உண்மையின் வழியே நீயாவா உயிரில் ஊற்றே நீயாவா உண்மையின் வழியே நீயாவா உணவில் பிறப்பே நீயாவா உள்ளத்தில் மகிழ்வே நீயாவா உணவில் பிறப்பே நீயாவா உள்ளத்தில் மகிழ்வே ஆராதனை. I love you, Jesus. Holy Spirit of God, take care of our cause and take us. Rajo Samarala Rabakash, Remakasa Rachal Kataria Bakash. അവന്റെ നിറഞ്ഞ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുന്നുണ്ട്. அவருடைய நிரம்பின மகிமை இந்த ராத்திரி வெளிப்படுகிறது. എന്തിനാ അവന്റെ പ്രസൻസ് നമ്മുടെ നടുവിൽ വരുന്നെന്നറിയാമോ? ஏன் அவருடைய மகிமை நம் நடுவில் வருகிறது? ഇനി നീ നിന്ന് ചുമക്കരുത്. நீ நிந்தை சுமக்க கூடாது. ഇനി നീ നിന്ന് ചുമക്കരുത്. இனி நீ நிந்தை சுமக்க கூடாது. മതി മതി போதும் போதும் മതി போதும். നിന്ന മതി. நிந்தை போதும். എല്ലാവരും കരം ഉയർത്തി പറ, നിന്ന മതി. கையை வச்சுலுங்க. நிந்தை போதும். നിന്ന മതി. நிந்தை போதும். പിശാച് കേൾക്കെ ഉറക്കെ പറയുക, பிசாசு கேட்க சத்தமாய் சொல்லுங்கள். നിന്ന മതി. நிந்தை போதும். വായ തുറന്ന് പറയുക, வாய் திறந்து சொல்லுங்கள். വായ തുറന്ന് പറയുക. தொடர்ந்து சொல்லுங்க. தொடர்ந்து சொல்லுங்க. അശുദ്ധ ആവി കേൾക്കട്ടെ. ஆமே, ஆண்டவர் கேட்கட்டும். அந்த அசுத்த ஆவி கேൾക്കെ പറയുക, அசுத்த ஆவிகள் கேட்க சொல்லுங்கள். നിന്ന മതി. ஆமே, நிந்தை போதும். ഇനി നിന്ന വേണ്ട. இந்த நிந்தை வேண்டாம். ഇനി ഒരു ആശീർവാദം വരാൻ പോകുകയാ. நீ ஒரு ஆசீர்வாதம் வர போகிறது. ദൂതൻ വന്നിട്ടുണ്ട്. தூதன் வந்திருக்கிறார். വായ തുറന്ന് പറ, ദൂതൻ വന്നിട്ടുണ്ട്. வாய் திறந்து சொல்லுங்க. தூதன் வந்திருக்கிறார். അവന്റെ പ്രസൻസ് ഞാൻ അറിയുകയാ. அவருடைய மகிமை நான் அடைகின்றேன். എല്ലാവരും കരങ്ങളെ ഉയർത്തി വായ തുറന്ന് പറയുക. கையை உயர்த்தி வாய் திறந்து சொல்லுங்கள். ആരും നിങ്ങളുടെ തലയിൽ കൈവെക്കാനില്ല. யாரும் உங்களுக்கு கையில் தலை வைக்க தேவையில்லை. ഹോളി സ്പിരിറ്റ് നിന്റെ തലയെ തൊടുകയാ. ஆனால் பரிசுத்த ஆவியின் தலையை தொடுகிறார். ഇനി നിന്ന വേണ്ട. நிந்தை வேண்டாம். ഇനി മാന്യത വരികയാ. நீ கனம் வர போகிறது. ആശീർവാദം അവൻ അനുഭവിക്കാൻ പോകുകയാ. ஆசீர்வாதம் அனுபவிக்க போகிறாய். പറയാൻ നിനക്ക് അപ്പനില്ലേ? சொல்வதற்கு தகப்பன் இல்லையா? പറയാൻ നിനക്ക് അമ്മയില്ലേ? ஆமை சொல்வதற்கு தாய் இல்லையா? പറയുന്നത് കേൾക്കാൻ ആരുമില്ലേ? சொல்வது கேட்க யாரும் இல்லையா? നിനക്കൊരു അപ്പൻ ഉണ്ട്. உனக்கு ஒரு தகப்பன் இருக்கிறார். ചെക്ക് യുവർ സിറ്റുവേഷൻ. നിന്റെ അവസ്ഥ നീ ചെക്ക് ചെയ്യുക. உன்னுடைய சூழ்நிலை பரிசோதித்தால் ഇപ്പോൾ നിന്റെ അപ്പൻ നിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. இப்போது தகப்பன் உன் அருகில் வந்திருக்கிறார். അവൻ നിന്നെ ചേർത്ത് പിടിക്കുകയാ. அவர் உன்னை சேர்த்து பிடிக்கிறார். അവൻ നിന്നെ തൊടുകയാ. அவர் உன்னை தொடுகிறார். എന്റെ മകനേ, என் மகனே, എന്റെ മകളെ, என் மகளே, അവൻ വിളിക്കുകയാ. அவர் உன்னை அழைக்கிறார். നീ കരയുന്നുണ്ടെങ്കിൽ நீ அழுகிறானா? രാത്രി നിന്റെ കണ്ണുനീർ അവൻ ഒപ്പുകയാ. ராத்திரி உன் கண்ணீரை அவர் துடைக்கிறார்.
உம்மை அப்பான்னு கூப்பிடுவே, உம்மை அம்மான்னு கூப்பிடுவே, உம்மை அப்பான்னு கூப்பிடுவே, உம்மை அம்மான்னு கூப்பிடுவே, உம்மை அப்பான்னு கூப்பிடத்தான் ஆசை. உம்மை உம்மை அம்மான்னு கூப்பிடத்தான் ஆசை. உம்மை அம்மா എനിക്ക് ഈ പ്രസംഗം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. പ്രസംഗം തുടർച്ചയായി പണ്ണ മുടിയവില്ല. അതുപോലെ ദൈവത്തിന്റെ പ്രസന്നം ഇവിടെ വന്നുകൊണ്ടിരിക്കുക. അതേപോലെ ദൈവ മഹിമൈ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സഭ പ്രാർത്ഥിക്കുന്ന സഭയാ. ഇത് ജപിക്കുന്ന ഒരു സഭ. ഈ സഭ അഭിഷേകമുള്ള സഭയാ. സഭ അഭിഷേകം നിറഞ്ഞ സഭ. പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യുന്ന സഭയാ. സഭ പരിശുദ്ധ ആവിയാനവരെ ഏറ്റുകൊള്ളുന്ന സഭ. കരുവിലെന്നെ സുമന്തത് പാർത്താ. ആ കരങ്ങളെ തട്ടി കർത്താവിനൊന്ന് മഹിമപ്പെടുത്തിയ കയ്യെ തട്ടി കൂപ്പിടുവേ. തോളിലെന്നെ സുമന്തത് പാർത്താ. അപ്പാ എന്ന് കെഞ്ചുവതും കൊഞ്ചുവതും പാർത്താ. അമ്മാന്ന് சொல்லணும். എന്നെ ആറ്റുവതും തെറ്റുവതും പാർത്താ. അവൻ നിന്നെ ആറുതൽപ്പെടുത്തുക. ഉമ്മയപ്പാന്ന് കൂപ്പിടുവേ, ഉമ്മയപ്പാന്ന് കൂപ്പിടുവേ, ഉമ്മയമ്മാന്ന് കൂപ്പിടുവേ, ഉമ്മയമ്മാന്ന് കൂപ്പിടുവേ, ഉമ്മയമ്മ. ദൂതൻ വന്ന് സക്കറിയാവിനെ വിളിച്ചു. ദൂതൻ വന്ന് സകരിയാവെ അழைത്ത. സക്കറിയാവേ, സകരിയാവേ. സഹോദര, സഹോദരനെ, സഹോദരി, സഹോദരി, ദൂതന് നിന്റെ പേരറിയാം. ദൂതനുക്ക് ഉൻ പെയർ തെരിയും. എങ്ങനെ ദൂതന് പേരറിയാവുന്നത്? എപ്പടി ഉൻ പെയർ ദൂതനുക്ക് തെരിയും? ദൂതനെ അയച്ചത് ദൈവമാണ്. ദൂതനെ അനുപ്പിനത് ആണ്ടവർ. ദൈവത്തിന് നിന്റെ പേരറിയാം. ആണ്ടവർ നന്ദാ ഉൻ പേര് തെരിയും. നിന്റെ അഡ്രസ് അറിയാം. ഉൻ മുഖവരി തെരിയും. നിന്റെ വേദന അറിയാം. ഉൻ വേദന തെരിയും. നിന്റെ നിனைவுകൾ സോർവുകൾ എല്ലാം 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 അവൻ അറിയാം. ഉൻ നിனைவுകൾ സോർവുകൾ എല്ലാം 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 ആണ്ടവർക്ക് തെരിയും. യെസ് ഓർ നോ? ആമാവാ ഇല്ലയാ? അവനത് നന്നായിട്ട് അറിയാം. അവർ നന്നാകവേ തെരിയും. നിന്റെ പേരറിയാമെങ്കിൽ ഉൻ പേരെ തെരിയുമാനാൽ നിന്റെ പ്രോബ്ലം അവൻ അറിയാം. പ്രശ്നം അവർക്ക് തെരിയും. നിന്റെ ആവശ്യം അവൻ അറിയാം. ഉൻ തേവകൾ അവർക്ക് തെരിയും. ഇന്ന് രാത്രി വിശ്വസിക്കുക. രാത്രി വിശ്വാസിയുങ്ങൾ. എന്നെ നന്നായി അറിയാവുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ഉന്നെ നന്നായി അറിந்திருக்கிற ആണ്ടവரை നീ സേവിத்துக் കൊണ്ടിരിக்கிறாய். സക്കറിയാവേ, സകരിയാവേ. സക്കറിയാവ് നോക്കിയപ്പോ സകരിയാവ് ഉറ്റു പാർത്തു. വെണ്മ വസ്ത്രധാരി നിൽക്കുക. ഒരു വെണ്ണ വസ്ത്രം ധരിത്തവൻ നിന്നു കൊണ്ടിരിக்கிறார். പെട്ടെന്ന് ദൂതൻ പറയാൻ തുടങ്ങി. திடீர்னு ദൂതൻ பேச ஆரம்பிக்கிறார். ദൂതൻ പറയുന്നത് ദൂതാണ്. ആമേൻ. ദൂതൻ சொல்லுகிறது ദൂதாக இருக்கிறது. സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സകരിയാവേ, ഉடைய ജപத்துக்கு பதில் வந்தது. നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കാൻ പോവാ. உன் மனைவி எலிசபெத் கர்ப்பம் தரித்து ஒரு மகனை பிரசவிக்க போகிறார். അവന് യോഹന്നാൻ എന്ന് പേരിടണം. அவனுக்கு யோவான் என்று பெயரிடுவாயாக.
വീഞ്ഞോ മദ്യമോ കുടിക്കുകയില്ല. ആമേ ദ്രാക്ഷരസം മധുപാനം അരുന്തക്കൂടാതെ. ഏലിയാവിന്റെ ആത്മാവോടുകൂടെ അവൻ വരാൻ പോകുകയാ. ആമേ എലിയാവിൻ ആവി അവൻ മേൽ ഇരിക്ക പോകുന്നത്. മക്കളുടെ ഹൃദയം അവൻ അപ്പന്മാരിലേക്ക് തിരിക്കാൻ പോവാ. ആമേ അവന്റെ മക്കൾ തകപ്പന്റെ ഇരുദയത്തെ പിള്ളേകൾക്ക് നേരായി തിരുപ്പ പോകുகிறார். ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ദൂതൻ ദൂത് പറയുക. ആമേ പിറക്ക പോകുന്ന പിള്ളை குறித்து ആമേ ദൂത് சொல்லுகிறார். ആ പേര് യോഹന്നാൻ എന്നാണ്. ആ പെയർ യോവാൻ என்பதாக. ആ കൊച്ചിന്റെ പേരും സ്വർഗ്ഗ ഇട്ടാ വിട്ടേക്കുന്നത്. அந்த പിള്ളയുടെ പേരും പരലോകം പോട്ടുதான் അழைத்திருக்கிறார். ചിലടത്തൊക്കെ ഇങ്ങനെയാ സംഭവിക്കണേ. ചിലത് அப்படிதான் സംഭവിக்கிறது. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുവരെ വിറച്ചു നിന്ന സെക്കറിയാവ്, അതുവരെയും നടുങ്ങി നിന്ന സകരിയ, ദൂത് കഴിഞ്ഞപ്പോ ഒന്ന് ഉറച്ചു നിന്ന്. ആമേ ദൂത് മുടിந்தபோது ഉറുതിയാക നിன்றார். തിരിച്ചൊരു ചോദ്യം, திருப்பி ഒരു കേൾവി കേട്ടാർ. അതെ, ഈ ദൂത് കേട്ട് ഞാൻ ആമേ ദൂത് കേട്ടിരിக்கிறேன். ഇത് എന്തോന്നിനാണ് സംഭവിക്കാൻ പോകുക? ഇത് எப்படி நிறைவேற போகிறது? എന്റെ അവസ്ഥ അറിയാവോ? என்னுடைய சூழ்நிலை എന്റെ தெரியும். വീടിന്റെ അവസ്ഥ അറിയാവോ? என் வீட்டு நிலைமை தெரியும். എന്താ ചിന്തിച്ച ദൂത് പറയണേ? எதை நினைத்து இந்த வார்த்தையை சொன்னாய்? ഇതങ്ങോട്ട് കേട്ടപ്പോഴേ ദൂതന്റെ ഭാവം മാറി. இதெல்லாம் கேட்டபோது தூதனுடைய முகரூபம் மாறுபட்டது. നീ എന്താ വിചാരിച്ചേ? நீ என்ன நினைத்தாய்? നീയും വെള്ള വസ്ത്രം, ഞാനും വെള്ള വസ്ത്രം. நீயும் வெண்வஸ்திரம், நானும் வெண்வஸ்திரம். ഞാൻ ആരാന്ന് വിചാരിച്ചേ? நான் யார் என்று தெரியுமா? അവിടെ എന്താ എഴുതിയേക്കുന്നറിയോ? அங்க என்ன எழுதியிருக்கிறது? ഞാൻ ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന ദൂതൻ ഗബ്രിയേലാകുന്നു. ஆமே கர்த்தருடைய கட்டில வந்தவன் வந்த ഗാബ്രിയേൽ എன்கிற ദൂതൻ. തക്ക സമയത്ത് നിവർത്തി വരാൻ പോകുന്ന എന്റെ ദൈവത്തിന്റെ വാക്ക്. ആമേ ഏറ്റ വേളയിലെ നിറവേറുന്ന കർത്തരുடைய വാർத்தை. ദൈവത്തിന്റെ വാക്ക് തക്ക സമയത്ത് നിറവേറുന്നതാണ്. ദൈവത്തിന്റെ വാർத்தை ഏറ്റ വേളയിലെ നിറവേറുகிறது. നീ അത് വിശ്വസിക്കാതിരുന്നതിനാൽ, അതിനെ വിശ്വാസിക്കാതെപടിനാൽ, അത് ഉണ്ടാകുന്നത് വരെ ഇനി നീ മിണ്ടിയേക്കരുത്. ആമേ അത് ഉണ്ടാകുന്നത് നീ പേശக்கூடாது. എല്ലാരോടും സംസാരിക്കുന്നത് പോലെ ദൂതനോട് സംസാരിക്കരുത്. എല്ലാവരോടും പേശുന്നത് പോലെ ദൂതനോട് പേശக்கூடாது. നീ അങ്ങനെ സംസാരിച്ചാൽ ഒരു 10 മാസം പിന്നെ നീ മിണ്ടണ്ട. ആമേ அப்படி பேசினால் நீ 10 மாதம் பேசவே வேண்டாம். എനിക്ക് തോന്നുന്നു സെക്കറിയാവ് സോറി എന്ന് പറയുന്നതിന് മുമ്പ് ദൂതൻ നാവും കെട്ടി അങ്ങ് പോയി. நான் நினைக்கிறேன் சகரியா அவன் மன்னித்து விடுங்கள் என்று சொல்லுக்கு முன்னாடி தூதன் திரும்பி போய் விட்டான். നേരെ ഗബ്രിയേൽ ദൈവത്തിന്റെ അടുക്കലെത്തി. அவன் நேர கேப்ரியல் தேவனுடைய சமூகத்தில் போய் விட்டான். കർത്താവിന് വന്ദനം ചൊല്ലി, கர்த்தருக்கு வாழ்த்துதல் சொன்னார். കർത്താവ് ചോദിച്ചു കാണും, ദൂതൻ നീ ദൂത് പറഞ്ഞിട്ടാണോ വന്നേ? ஆண்டவர் கேட்டிருக்கிறார், நீ தூது சொல்லிதானே வந்திருக்கிறாய்? ദൂത് പറഞ്ഞിട്ടാ വന്നേ. ஆண்டவரே நான் தூது சொல்லிதான் வந்திருக்கிறேன். പക്ഷേ സെക്കറിയാവ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ஆனால் சகரி இப்படி ஒரு கேள்வி கேட்டான். ഞാൻ നാവും കൂടി കെട്ടിയിട്ടാ പോന്നെ. நான் அந்த நாவுகளை கெட்டி வைத்து வந்திருக்கிறேன். ആമേൻ. ஆமென். ദൈവം സെക്കറിയാവിന്റെ ചെവിക്ക് പിടിച്ച് കാണുകയില്ല. സോറി, ദൂതന്റെ ചെവിക്ക് പിടിച്ച് കാണുകയില്ല. கர்த்தர் காபிரியல் தூதனுடைய செவியை பிடிக்கவில்லை. വെൽഡൻ ദൂതൻ, വെൽഡൻ, നീ എന്റെ ദൂതനാ. നന്നായിരുന്നത്, നന്ദി என்னுடைய ദൂതനായിരുന്നാய். തക്ക സമയത്ത് നിവർത്തി വരേണ്ട ദൈവത്തിന്റെ വാക്ക്. ആമേ ഏറ്റവെളിയിൽ നിറവേറ്റുகிற കർത്തருடைய വാർத்தை. ദൈവം തക്ക സമയത്തിന്റെ ദൈവമാണ്. ആമേ നമ്മുടെ ആണ്ടവർ ഏറ്റ വേളയിൻ ദൈവനായിരിക്കണം. കരങ്ങളെ ഉയർത്തി പറയുക. എത്ര പേർ കൈയെ ഉയർത്തി சொல்லுங்க. നമ്മുടെ ദൈവം തക്ക സമയത്തിന്റെ ദൈവമാണ്. നമ്മുടെ ആണ്ടവർ ഏറ്റ വേളയിൽ செயல்படுகிற ദൈവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെക്കറിയാവ് ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തിറങ്ങി. ആമേ സകരിയ ഊഴിയത്തെ முடித்து வெளியே ഇറങ്ങിனார். ജനമെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ജനങ്ങളെല്ലാം കാത്തുകൊണ്ടിരിக்கிறார்கள். എന്തിനാ കാത്തുകൊണ്ടിരിക്കുന്നേ? ஏன் ஜனங்கள் காத்துக்கொண்டிருக்கிறார்கள்? സെക്കറിയാവ് വന്നിട്ട് ഇങ്ങനെ ബ്ലസ് ചെയ്യും. ആമേ സകരിയ വന്ന് ജനങ്ങളെ ആശീർവദിപ്പാർ. യഹോവ സിയോനിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കുമാറാകട്ടെ. കർത്തർ സിയോനിൽ നിന്ന് ഉന്നെ ആശീർവദിപ്പാറാക. എല്ലാ സഭയും ചേർന്ന് പറ ആമേൻ. എല്ലാ സഭയും ചൊല്ല ആമേൻ. ഇപ്പൊ സെക്കറിയാവ് വരുമ്പോ സകരിയ വരുകിன்ற பொழுது നാക്ക് വലിച്ചു നീട്ടി പുറത്തോട്ടിട്ടാ വരുന്നേ. அவன் நாக்கு நீட்டி இழுத்து வெளியே போட்டு தான் வருகிறார். എല്ലാവർക്കും വിഷമായി, എല്ലാവർക്കും ദുഃഖം ഉണ്ടായി. ആശീർവാദം കിട്ടാൻ വെയിറ്റ് ചെയ്തതാ. ஆசீர்வாதம் கிடைக்க காத்திருக்கிறார்கள். എങ്ങനാ ജനം തിരിച്ചു പോയെന്ന് എനിക്കറിയില്ല. எப்படி ஜனங்கள் திரும்பி போனாங்க என்று எனக்கு தெரியாது. എന്റെ വിശ്വാസം, என்னுடைய விசுவாசம், അവര് തന്നെ തലയിലോട്ട് കൈവച്ച് കാണും. அவர்தானே தலையில கை வைத்து അവര് തന്നെ അവരെ അനുഗ്രഹിച്ചു കാണും. அவர்தானே தன்னை ஆசீர்வதித்து യഹോവ സിയോനിൽ നിന്ന് എന്നെ അനുഗ്രഹിക്കട്ടെ. கர்த்தர் என்னை சீயோனிலிருந்து என்னை ஆசீர்வதிப்பாராக. പഴയ നിയമത്തിന്റെ അവസാനത്തെ പുരോഹിതൻ, ആമേ പഴയ ഏർപ്പാട്ടിൻ കടൈസി ആസാരിയൻ, നാക്ക് കെട്ടപ്പെട്ടവനായി പുറത്തേക്ക് പോയപ്പോ, ആമേ നാക്ക് കെട്ടപ്പെട്ടവനായി വെളിയെ ചെന്നപോது, പുതിയ നിയമസഭ ആരംഭിച്ചത്, ആമേ പുതിയ ഏർപ്പാട്ട് സഭை ആരംഭിച്ചപോது അഗ്നി നാവുകൾ കൊടുത്താണ്. അഗ്നി നാവുകളെ കൊടുത്ത്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. അപ്പോസ്തല നടപടികൾ 2-ാം അധ്യായം 1, 2, 3, 4 വാക്യങ്ങൾ. അപ്പോസ്തലരുടെ 2-ാം അധികാരം 1, 2, 3 വസനങ്ങൾ. പഴയ നിയമത്തിന്റെ അവസാനത്തെ പുരോഹിതൻ നാവ് കെട്ടപ്പെട്ടവനായി വീട്ടിൽ പോയപ്പോ, പഴയ ഏർപ്പാട്ട് കடைசி ஆசாரனாய நாவு கட்டப்பட்டவன் வீட்டில் சென்ற பொழுது, പുതിയ നിയമസഭ ആരംഭിച്ചത് അഗ്നി നാവുകൾ കൊടുത്താണ്. புதிய ஏற்பாடு சபை ஆரம்பித்த போது அக்கினி நாவுகளை கொடுத்து சபை ஆரம்பித்தார். സക്കറിയാവ് വീട്ടിൽ ചെന്നു. சகரியா வீட்டில் சென்றார். എലിസബത്ത് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു മിനിസ്ട്രി? எலிசபெத் கேட்டார், ஊழியம் எப்படி இருந்தது? പറയാൻ ആഗ്രഹമുണ്ട്, ஆனா சொல்வதற்கு ஆசை உண்டு, പക്ഷെ പറ്റണില്ല. ஆனா முடியவில்லை. എലിസബത്ത് ചോദിച്ചു, എന്ത് പറ്റി? எலிசபெத் என்ன நடந்தது? എങ്ങനെ പറഞ്ഞു കൊടുക്കും? எப்படி சொல்ல முடியும்? എഴുതി കൊടുത്തു കാണും. எழுதி கொடுத்திருக்கலாம். ഞാൻ ഇങ്ങനെ ആലയത്തിൽ നിൽക്കുമ്പോ நான் இப்போது ஆலயத்தில் நின்ற பொழுது ശുഭ്രവസ്ത്രധാരി വന്നു. வெண் வஸ்திரம் தரித்தவர் ஒருவர் എനിക്ക് வந்தார். അറിയത്തില്ലായിരുന്നു ഗബ്രിയേലാന്ന്. எனக்கு தெரியாது காபிரியல் என்று. അവ ഗബ്രിയേൽ എന്നോട് പറഞ്ഞു, നിന്റെ ഭാര്യ ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കാൻ പോവാ. ஆமே, கபிரியல் சொன்னார், உன்னுடைய மனைவி கற்பம் தரித்து ஒரு குழந்தையை பிரசவிக்க போகிறார். യോഹന്നാൻ എന്ന് പേരിട്ടേക്കണം. யோவான் என்று பெயரிடுவாயாக. ദൂതെല്ലാം കഴിഞ്ഞപ്പോ, ஆமே, தூதெல்லாம் முடிந்த பொழுது എന്ത് പ്രസംഗം കേട്ടാലും തിരിച്ചു ചോദിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടല്ലോ. என்ன பிரசங்கம் கேட்டாலும் திரும்பி கேட்கிற ஒரு சுபாவம் எனக்கு உண்டல்லவா? അങ്ങനെ ഒത്തിരി സക്കറിയാവുമാര് ഞങ്ങളുടെ നാട്ടിലുണ്ട്. ஆமே, அநேக சகரியாவும் நம்முடைய நாட்டில் இருக்கிறார்கள். ശരിക്ക് സ്കാൻ ചെയ്താൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലും കാണും. ஆமே, சரியா ஸ்கேன் பண்ணி பார்த்தா கன்னியாகுமரி மாவட்டத்திலும் அப்படிப்பட்டவர்கள் இருக்கிறார்கள். അവർക്ക് തിരിച്ച് എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ലേ അന്ന് ഉറക്കം വരികയാണ്. அவர் திரும்பி ஏதாவது பேசாவிட்டால் ராத்திரி தூக்கமே வராது. അവരെ ഓർത്ത് വിഷമിക്കണ്ട. அவரை பார்த்து பாரப்பட வேண்டாம். നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ആഹാബ് സ്നാനപ്പെടുകയില്ല. ஆமா, எத்தனை ஜெபித்தாலும் ஆகாப் ஞானஸ்நானம் எடுக்க மாட்டான். എത്ര പ്രാർത്ഥിച്ചാലും ഫറവോൻ വിടിവിക്കപ്പെടുകയില്ല. எத்தனை ஜெபித்தாலும் பார்வன் விடுவிக்கப்படுவதில்லை. അവരുടെ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കും. அவனுடைய இருதயம் கடினப்பட்டு கொண்டிருக்கும். സക്കറിയാവ് എഴുതി കാണൂ, சகரி எழுதியிருக்கலாம், ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇത്. நான் இது அப்படியே நான் சொன்னேன். ദൂതൻ എന്റെ നാവ് കെട്ടി. தூதன் என் நாவை கட்டினான். എലിസബത്ത് ഇത് വായിച്ചിട്ട് കൈകൂപ്പി പറഞ്ഞു കാണും, തമ്പുരാനെ ക്ഷമിക്കണേ, എന്റെ അച്ചാച്ചനോട് ക്ഷമിക്കണം. ஆமா, எலிசபெத் வாசித்த பிற்பாடு, ஆண்டவரே என் புருஷனோடு மன்னியும் என்று சொல்லி இருக்கலாம். സക്കറിയാവിന്റെ വീട്ടിൽ ഒരു മിറക്കിൾ നടന്നു. ஆமா, சகரியா வீட்டில் ஒரு அற்புதம் நடந்தது. 5 മാസമായി 5 மாதமாய் ആ നാട് മുഴുവൻ ഫ്ലാഷ് ന്യൂസ്. அந்த நாடு முழுவதும் நல்ல ஒரு தலைப்பு செய்தியாய் மாறினது. ആദ്യത്തെ ഫ്ലാഷ് ന്യൂസ് എന്തായിരുന്നു? ஃபர்ஸ்டுடைய தலைப்பு செய்தி எதுவாயிருந்தது? അച്ഛന് മാത്രം കൊച്ചില്ല. ஐயோ, சகரியா என்கிற ஆளுக்கு குழந்தையே இல்லை. അടുത്ത ഫ്ലാഷ് ന്യൂസ്, அடுத்த தலைப்பு செய்தி, മിറക്കിൾ നടന്നു. அற்புதம் நடந்தது. അത്ഭുതം നടന്നു. அற்புதம் நடந்தது. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ്. நான் உங்களை ஆசீர்வதிக்கிறேன். നിങ്ങളുടെ നിന്ന കേട്ട സ്ഥലത്ത് തന്നെ നിങ്ങളുടെ മാന്യതയും കേൾക്കാൻ പോകുകയാ. ஆமென். உங்கள் நிந்தை கேட்ட இடத்துல உங்களுடைய கனத்தை நீங்கள் கேட்க போகிறீர்கள். ഹല്ലേലൂയ. ஹalleluya. ഇത് നിന്നയുടെ രാത്രിയല്ല, ഇത് മാന്യതയുടെ രാത്രിയാണ്. இது நிந்தையுடைய இரவு அல்ல, உங்களை கனப்படுத்துகிற இரவாய் இருக்கிறது. യോഹന്നാൻ രംഗത്ത് വന്നു. ஆமென். யோவான் உள்ளே வந்தார். യോഹന്നാൻ ജനിച്ചു. ஆமென். யோவான் பிறந்தார். എല്ലാവരും പേരിടാൻ ഒരുമിച്ച് കൂടി. எல்லாரும் பேரிடுவதற்கு ஒருமித்து கூடினார்கள். അയ്യോ, അതുവരെ ബ്ലഡ് റിലേറ്റീവ്സിന്റെ കാര്യം ഒന്നും ആർക്കും അറിയത്തില്ല. அதுவரைக்கும் இரத்த பந்தங்களுக்கு யாருக்குமே தெரியாது. ഇപ്പൊ അത്ഭുതം നടന്നപ്പോ, அற்புதம் நடந்த பொழுது എല്ലാരും വീട്ടിൽ വന്നു. எல்லாரும் வீட்டில் வந்தார்கள். എന്നിട്ട് പറഞ്ഞു, ഞങ്ങള് യോഹന്നാന്റെ അല്ലെ സക്കറിയാവിന്റെ ഇന്ന റിലേറ്റീവ് ആണ്. நாங்கள் சகரியா என்னென்ன தூரத்தில் சொந்தங்கள். എടാ, നീ വേദന ചുമക്കുമ്പോ ആരെയും കാണുകയില്ല. வேதனை சுமக்கும் போது யாரும் அருகில் இருக்க மாட்டார்கள். നീ മാനിക്കപ്പെടുമ്പോ എന്നാ ബന്ധമെന്നറിയോ? நீ உன்னை கனப்படுத்தும் போது என்ன தொடர்புகள் தெரியுமா? ആരും തിരിഞ്ഞു നോക്കാത്തവരൊക്കെ ഞങ്ങളുടെ വീട്ടുകാരാണ്. ஆமா, யாரும் திரும்பி பார்க்காதவர்கள் எங்க வீட்டில் தானே, ഞങ്ങളുടെ ക്ലോസ് റിലേറ്റീവ് ആണ്, അടുത്ത ബന്ധമാണ്. எங்களுக்கு ஆமா நெருங்கின சொந்தம். ബൈബിൾ പറയുന്നു, ബൈബിൾ சொல்லுகிறது, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ആമേ, കഷ്ടങ്ങളിലും ഏറ്റവും തുണയായിരിக்கிறார். അവന്റെ പേരാ യേശു. അവരുടെ பெயர் യേശു. കരങ്ങളെ ഉയർത്തി പറ, യേശു. കൈ ഉയർത്തി യേശു சொல்லுங்க. യോഹന്നാൻ വളർന്നു വരികയാണ്. யோவான் வளர்ந்து வருகிறார். യോഹന്നാന്റെ പേര് അപ്പൻ എഴുതിയപ്പോ തന്നെ അപ്പന്റെ നാവിന്റെ കെട്ട് കൊടുത്തു. ஆமா, யோவானுடைய பேரு தகப்பன் எழுதும் போதே நாவுடைய கட்டு அவிழ்க்கப்பட்டது. അങ്ങനെ ഞാൻ നിങ്ങളുടെ മക്കളെ ബ്ലസ് ചെയ്യുക. அப்படி உங்க பிள்ளைகளை நான் ஆசீர்வதிக்கிறேன். നിങ്ങളുടെ മക്കൾ മുഖാന്തരം നിങ്ങളുടെ പേരൻസ് ബ്ലസ്ഡ് ആകാൻ പോകുകയാ. உங்கள் பிள்ளைகள் மூலமாக பெற்றோர்கள் ஆசீர்வதிக்கப்படுவார்களாக. നിങ്ങളുടെ റിലേറ്റീവ്സിൽ ആർക്കും ഇല്ലാത്ത ആശീർവാദം നിങ്ങളുടെ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് തരാൻ പോകുകയാ. உங்களுடைய சொந்தக்காரர் யாருக்கு கிடைக்காத ஆசீர்வாதம் உங்க பிள்ளை மேல் கர்த்தர் தர போகிறார். യോഹന്നാൻ വളർന്നു വന്നു. யோவான் வளர்ந்து வந்தார்.
കുറച്ച് കഴിഞ്ഞപ്പോ യോഹന്നാൻ വീട്ടിൽ പറഞ്ഞു, அவன் கொஞ்ச நாட்கள் யோவான் வீட்டில் சொன்னார், ഞാൻ വീട്ടിൽ നിന്ന് പോവാ. நான் வீட்டிலிருந்து புறப்பட்டு നീ போகிறேன். എങ്ങോട്ടാ പോകുന്നേ? நீ எங்கே போகிறாய்? മരുഭൂമിയിലേക്ക് പോവാ. நீ வனாந்தரத்தில் போகிறேன். എന്തിനാ വനാന്തരത്തിൽ പോകുന്നേ? ஏன் வனாந்தரத்தில் போகிறாய்? യേശുവിനെ പറയാ. இயேசுவை பற்றி சொல்ல. യേശു എവിടെയാണ്? இயேசு எங்கே? നസറത്തിൽ. நாசரேத்தில். ആരുടെ കൂടെ? எங்கே இருக்கிறார்? ജോസഫിന്റെ മറിയയുടെയും കൂടെ. அவன் யோசேப்பின் மரியாவுடைய வீட்டில் இருக்கிறார். നസറത്തിൽ വീട്ടിൽ ഇരിക്കുന്നവനെ പറയാൻ വീട് വിട്ട് മരുഭൂമിയിൽ പോകുന്ന യോഹന്നാൻ. அவன் வீட்டில் இருக்கிறதை சொல்லுவதற்காக வீட்டை விட்டு போகிற யோவான். അതാണ് ഏറ്റവും വലിയ മിഷൻ. அதான் மிக உயர்ந்த ஒரு மிஷன். താൻ അങ്ങോട്ട് മരുഭൂമിയിൽ ചെന്നു. அவர் வனாந்திரத்திலே சென்றார். തന്റെ വസ്ത്രധാരണം വ്യത്യസ്തമാണ്. വസ്ത്രത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാனது. തന്റെ പ്രീച്ചിങ് സ്റ്റൈൽ വ്യത്യാസമാണ്. തன்னுடைய போதனை வித்தியாசமாயிருந்தது. തന്റെ മെസ്സേജിന്റെ ഇൻട്രൊഡക്ഷൻ വ്യത്യാസമാണ്. அவருடைய பிரசங்கத்தின் முகவுரை வித்தியாசமாயிருந்தது. തന്റെ സബ്ജക്റ്റ് വ്യത്യാസമാണ്. தன்னுடைய சப்ஜெக்ட் வித்தியாசமாயிருந்தது. തന്റെ ഓഡിയൻസ് വ്യത്യസ്തതയുള്ളവരാണ്. தன்னுடைய ஜனங்கள் வித்தியாசம் உள்ளவர்கள். തന്റെ മിനിസ്ട്രി വ്യത്യസ്തമായിരുന്നു. தன்னுடைய ஊழியம் வித்தியாசமாயிருந்தது. തന്റെ മരണം വ്യത്യസ്തമായിരുന്നു. தன்னுடைய மரணம் வித்தியாசமாயிருந்தது. തന്റെ അടക്കം വ്യത്യസ്തമായിരുന്നു. அடக்கம் வித்தியாசமாயிருந்தது. എല്ലാരെയും പോലെ ആകരുത്. எல்லாரை போல ஆகக்கூடாது. എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം കർത്താവ് തരണം. ஏதாவது ஒரு வித்தியாசம் ஆண்டவர் உங்களுக்கு தர வேண்டும். ഹല്ലേലൂയ. ஹalleluya. തന്റെ മെസ്സേജ് എന്തായിരുന്നു? தன்னுடைய செய்தி எதுவாயிருந்தது? ഓ, എന്തൊരു മെസ്സേജ്! என்ன ஒரு செய்தி! തന്റെ ഇൻട്രൊഡക്ഷൻ എന്തായിരുന്നു? தன்னுடைய முகவரி என்ன ஆயிருந்தது? തന്റെ ഇൻട്രൊഡക്ഷൻ കേട്ടാൻ ആരും നിൽക്കത്തില്ല. தன்னுடைய முகவரி கேட்டாலே யாரும் கூட நிற்க மாட்டார்கள். കടന്നു വന്ന സകല സർപ്പസന്തതികൾക്കും വരാൻ പോകുന്ന യേശുവിന്റെ നാമത്തിൽ വന്ദന. ഇതാ ഇൻട്രൊഡക്ഷൻ. அவன் வந்து எல்லா பிரியபாபு குட்டிகளே இதுதான் அவனை வாழ்த்துதல் இருந்தது. കടന്നു വന്ന എല്ലാ സർപ്പസന്തതികൾക്കും വന്ദനം. ஆமை கடந்து எல்லாரும் வந்திருக்கிற பிரியபாபு குட்டிகளே உங்களை நான் வாழ்த்துகிறேன். ഹല്ലേലൂയ. 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 അവർ சேற்றையின் கீழடைக்கலம் புகழ்வே தம் சிறகுகளால் மூடுவார். அவர் சேற்றையின் கீழடைக்கலம் புகழ்வே தம் சிறகுகளால் மூடுவார். அவர் சேற்றையின் கீழடைக்கலம் புகழ்வே தம் சிறகுகளால் மூடுவார். அவர் சேற்றையின் கீழடைக்கலம் புகழ்வே தம் சிறகுகளால் ഹല്ലേലൂയ. താൻ പ്രസംഗിക്കുകയാണ്. அவர் பிரசங்கம் பண்ணுகிறார். അവസാനം താൻ ജനത്തോട് പറഞ്ഞു, கடைசி ஜனத்தை பார்த்து சொன்னார், വരിക, ഇനി ഒരു മിനിസ്ട്രിയും കൂടി ചെയ്യാനുണ്ട്. பாருங்கள், ஒரு ஊழியத்தை செய்ய வேண்டும். നേരെ യോർദാൻ നദിയിലേക്ക് പോയി. ஆமை கடைசி யோர்தான் நதிக்கரை போனார்கள். നദിയിലേക്ക് ഇറങ്ങി. ஆமை யோர்தான் நதியில் இறங்கினார். എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മാനസാന്തര സ്നാനം കഴിപ്പിക്കാൻ വന്നതാണ്. நான் உங்களை மனம் திரும்பலுக்கேற்ற ஞானஸ்நானம் கொடுக்க வந்திருக்கிறேன். ഓരോരുത്തരായി വരാൻ പറഞ്ഞു. ஒவ்வொருவராய் வாருங்கள். 100 കണക്കിന് പേർ ലൈൻ നിൽക്കുകയാണ്. ஆமை நூற்றுக்கணக்கான ஜனங்கள் வரிசையாய் நிற்கிறார்கள். ഓരോരുത്തരായി വരുന്നു. ஒவ்வொருவராய் வருகிறார்கள். യോഹന്നാൻ അവരെ സ്നാനം ഏൽപ്പിക്കുന്നു. யோவான் அவர்கள் ஞானஸ்நானம் கொடுக்கிறார். അവർ കരയിലേക്ക് കയറുന്നു. அவர் കരയിൽ ஏறுகிறார்கள். അടുത്തയാൾ വരുന്നു. அடுத்த நபர் வருகிறார். ജ്ഞാനസ്നാനം കൊടുക്കുന്നു. ஞானஸ்நானம் கொடுக்கிறார். നേരെ കരയിലേക്ക് കയറുന്നു. നേരെ കരയിൽ ஏறுகிறார்கள். അടുത്തയാൾ വരുന്നു. അടുത്ത നബർ வருகிறார். യോഹന്നാൻ സ്നാനപ്പെടുത്തുന്നു. யோவான் ஞானஸ்நானம் கொடுக்கிறார். കരയിലേക്ക് കയറുന്നു. കരയിൽ ஏறுகிறார். ഈ മിനിസ്ട്രി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ஊழியம் எப்படி நடந்து கொண்டிருக்கும்போது നാസറേത്തിൽ നിന്ന് നസറേത്തിലിருந்து ഒരുവൻ കാൽനടയായി വരികയാണ്. ஒருவன் கால்நடையாய் வருகிறார். ആരാ വരുന്നറിയാമോ? யார் வருகிறார் தெரியுமா? അവന്റെ പേരാ യേശു. அவருடைய பெயர் இயேசு. അവൻ യോർദാൻ നദിയുടെ തീരത്ത് വന്നു. அவர் யோர்தான் நதிக்கரையில் வந்து യോഹന്നാൻ സ്നാനപ്പെടുത്തുന്നു. ஆமா யோவான் ஞானஸ்நானம் கொடுக்கிறார். ഇങ്ങനെ സന്തോഷത്തോടെ കരയിലേക്ക് കയറുമ്പോൾ ജനങ്ങൾ സന്തോഷമായി കരയിൽ ഏറുമ്പോൾ ആ ലൈനിൽ യേശു വന്നു നിന്നു. அந்த வரிசையில் இயேசு நின்றார். യേശു കർത്താവ് യോഹന്നാൻ സ്നാപകന്റെ മുമ്പിൽ വന്നു. ஆமா இயேசு யோவான் அருகில் வந்தார். യോഹന്നാൻ ഇങ്ങനെ കൈ ഉയർത്തുമ്പോ யோவான் கையில் உயர்த்தும் பொழுது പെട്ടെന്ന് താൻ വിറയ്ക്കുന്നത് പോലെ തോന്നി. ஒரு நடுக்கம் போல താൻ தோன்றியது. നോക്കിയപ്പോ அவன் பார்த்த பொழுது ഒരു പ്രവചനം നിവർത്തി വരാൻ പോവാ. ஒரு தீர்க்க தரிசனம் நிறைவேற போகிறது. ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുകയും ആവസിക്കുകയും ചെയ്യുന്നത് നീ കാണുവോ? அவன் யார் மேல் பரிசுத்தம் இறங்குறதையும் வாசம் பண்ணதையும் பார்க்கிறாயோ? അവൻ ആത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം ഏൽപ്പിക്കുന്നവനായിരിക്കും. அவன் ஆவியிலும் அக்கினியினாலும் ஞானஸ்நானம் கொடுக்கிறவராயிருக்கிறார். ഉയർന്ന കൈ താന്നോ? அவன் உயர்ந்த கை தாழ்ந்தது. കൈ കൂപ്പി യോഹന്നാൻ പറഞ്ഞു, கை கும்பிட்டு யோவான் சொன்னார், യേശുവേ, യേശുവേ, നീ എന്നെ സ്നാനപ്പെടുത്തണ. நீ என்ன നീ ஞானஸ்நானம் എന്നെ സ്നാനപ്പെടുത്തണ. என்ன ஞானஸ்நானம் യേശു
പറഞ്ഞു യേசு சொன்னார் നോ 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 இல்லை இல்லை യോഹന്നാനേ யோவானே നീ എന്നെ സ്നാനപ്പെടുത്തണം என்னை ஞானஸ்நானம் യോഹന്നാൻ പറഞ്ഞു யோவான் சொன்னார் അല്ല ഗുരു இல்லை குருவே അവിടുന്ന് എന്നെ സ്നാനപ്പെടുത്തണം என்னை ஞானஸ்நானப்படுத்து യേശു പറഞ്ഞു യേശു சொன்னார் ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് இப்படி எல்லா நீதியை நிறைவேற்றுகிறது നിനക്കും എനിക്കും ഉചിതമാണ് அவன் உனக்கு எனக்கு ஏற்றதாக എന്നെ இருக்கிறது കേൾക്കുന്ന സഹോദര സഹോദരി நீ கேட்கிற சகோதர சகோதரி സ്നാനമേറ്റവരുണ്ട് കൈ തട്ടാൻ മറന്നു പോകരുത് ஞானஸ்நானம் எடுத்தவள் கை தட்ட மறக்க கூடாது കൈ തട്ടാൻ മറന്നു പോകരുത് கை தட்ட மறக்க നീ கூடாது എന്തിനാ സ്നാനമേറ്റത് எதற்காக ஞானஸ்நானம் எடுத்தார் പെന്തക്കോസ്തി ചേരാനല്ല സ്നാനമേറ്റേ பெந்தேகோஸ்து சபையை சேருவதற்காக அல்ல ஞானஸ்நானம் യേശുവിനോട് ചേരാനാ സ്നാനമേറ്റേ இயேசுவோடு சேருவதற்காக സ്നാനം ആളെ കൂട്ടാനല്ല அவன் ஞானஸ்நானம் ஆள்வை சேர்ப்பதற்காக அல்ல യേശുവിനോട് ചേരാനാണ് இயேசுவோடு சேருவதற்காக ബൈബിൾ പറയുന്നു பைபிள் சொல்லுகிறது സ്നാനപ്പെടുമ്പോ ஞானஸ்நானம் നീ எடுக்கும்போது ജീവന്റെ പുതുക്കത്തിൽ നടക്കുകയാണ് அவன் ஜீவனுடைய வாழ்க்கையில நடக்க നീ போகிறான் സ്നാനപ്പെടുമ്പോ ஞானஸ்நானம் അത് எடுக்கும்போது ദൈവത്തിന്റെ ആലോചനയാണ് அது தேவனுடைய ஆலோசனை നീ സ്നാനപ്പെടുമ്പോ நீ ஞானஸ்நானம் നീ எடுக்கும்போது ക്രിസ്തുവിനെ ധരിക്കുകയാണ് நீ இயேசுவை தரித்துக் നീ கொள்கிறாய் സ്നാനപ്പെടുമ്പോ நீ ஞானஸ்நானம் எடுக்கும்போது നീ ദൈവത്തിന്റെ നീതി നിവർത്തിക്കുകയാണ് தேவனுடைய நீதியை நிறைவேற்றுகிறாய் യേശു മരിച്ചു இயேசு மரித்தார் യേശു അടക്കപ്പെട്ടു இயேசு அடக்கப்பட்டார் യേശു ഉയർത്തെഴുന്നേറ്റു இயேசு உயிர்த்தெழுந்தார் നീ സ്നാനപ്പെടുമ്പോ நீ ஞானஸ்நானம் எடுக்கும்போது പാപ സംബന്ധമായി മരിക്കുകയാ பாவ சம்பந்தമായി നീ மரிக்கிறாய் വെള്ളത്തിൽ മുങ്ങുമ്പോ தண்ணீரில் மூழ்கும்போது നിന്റെ പഴയ മനുഷ്യനെ അവിടെ കുഴിച്ചിടുകയാ பழைய மனுஷனை அங்கே குளித்து നീ போடுகிறாய் വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോ தண்ணீரில் നിന്ന് எழும்பும்போது മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റത് പോലെ നീയും ഉയർത്തെഴുന്നേൽക്കുകയാ மூன்றாம் நாள் இயேசு உயர்ந்தது போல நீயும் உயிர்த்தெழுந்து போகிறாய் എന്റെ 14-ാമത്തെ വയസ്സിൽ സ്നാനമേൽക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു ஆமா என்னுடைய 14-ാമത്തെ വയസ്സ് ஆமா என்னுடைய வாழ்க்கையில 14 வயசுல ஞானஸ்நானம் எடுக்க கர்த்தர் பாக்கியத்தை ഇന്ന് கொடுத்தார் പകൽ ഇവിടെ സ്നാനമേൽക്കാതെ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ இன்று ராத்திரி யாராவது ஞானஸ்நானம் எடுக்காமல் யாராவது இருப்பீங்களா യേശു ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാ இயேசு இந்த ராத்திரி உன்னை அழைக்கிறார் ഇത് നിന്റെ സമയമാണ് இது உன்னுடைய நேரம் ഞാൻ യൗവനക്കാരോട് പറയുന്നു நான் வாலிபலை பார்த்து சொல்கிறேன் ഇനി മടിച്ചു നിൽക്കരുത് நீ யாரும் மனபடியா நிற்க ഇത് கூடாது മടിച്ചു നിൽക്കേണ്ട സമയമല്ല நீ ஆமென் மனபடியா நிற்கிற நேரம் அல்ல ഓടി വരണം യേശുവിന്റെ അടുക്കിലേക്ക് ஓடி வரும் இயேசு அண்டையிலே യേശു നിന്നെ വിളിക്കുകയാണ് இயேசு உன்னை அழைக்கிறார் സ്നാനപ്പെടാതെ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നെങ്കിൽ ஞானஸ்நானம் எடுக்காமல் யாராவது இருப்பீங்களா ഇന്ന് രാത്രി യേശു നിന്നെ തൊടാൻ പോകയാ இந்த ராத்திரி இயேசு உன்னை தொட போகிறார் സ്നാനപ്പെട്ട ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ஞானஸ்நானம் எடுத்த தேவ பிள்ளைகள் ஜெபம் பண்ணி ചില கொண்டிருக்க வேண்டும் വീടുകളെ യേശു ഇന്ന് രാത്രി തൊടുകയാ சில வீடுகளை கர்த்தர் இயேசு இன்று தொட നീ போகிறார் സ്നാനമേൽക്കുമ്പോൾ நீ ஞானஸ்நானம் നീ எடுக்கும்போது യേശുവിന്റെ കൂടെ വരികയാ நீ இயேசுவின் கூட வருகிறாய் യേശു പറഞ്ഞു இயேசு சொன்னார் നിങ്ങൾ ഭൂമി മുഴുവൻ സഞ്ചരിച്ച് நீ பூமி எல்லாம் புறப்பட்டு போய் വിശ്വസിക്കുന്നവരെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശ്വാസിന് പിതാ കുമാരൻ പരിശുദ്ധാവിൻ നാമത്തിൽ സ്നാനം ഏൽപ്പിച്ച് ശിഷ്യരാക്കിക്കൊള്ളുവീൻ ஞானஸ்நானம் கொடுத்து சீசராய் மாற்றுங்கள் ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെയുണ്ട് இதோ நான் உலகத்தில் முடியவரென்றும் சகல நாட்களிலும் நான் உங்களோட கூட இருக்கிறேன் യേശു പറഞ്ഞു இயேசு சொன்னார் യേശു പറഞ്ഞു இயேசு சொன்னார் വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും ஆமென் விசுவாசி ஞானஸ்நானம் எடுக்கிறவன் രക്ഷിക്കപ്പെടുவான் രാത്രി ആരെങ്കിലും സ്നാനമേൽക്കാതെ പിടിയിരിക്കുന്നെങ്കിൽ யாரோ ஞானஸ்நானம் எடுக்காமல் யாரோ இருப்பீர்களானா ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക இன்று ராத்திரியில் ஜெபம் பண்ணு നിങ്ങൾ മാത്രമല്ല நீங்கள் மட்டுமல்ல നിങ്ങളുടെ ഭവനം മുഴുവൻ യേശുവിന് സ്വന്തമാകാൻ പോകുകയാ உங்க குடும்பம் முழுவதும் இயேசுவின் சொந்தமாயாக போகிறது സ്നാനമേറ്റ ദൈവമക്കൾ എന്നോട് ചേർന്നൊന്ന് കൈ ഉയർത്തിപ്പിടിച്ചേ ஞானஸ்நானம் எடுத்த ஆமென் பிள்ளை கையை வைத்துங்க സ്നാനമേറ്റ ദൈവമക്കൾ എല്ലാം ஆமென் ஞானஸ்நானம் எடுத்த எல்லா பிள்ளைகளும் കരങ്ങളെ ഉയർത്തിപ്പിടിച്ചേ கைகளை உயர்த்தி பிடியுங்கள் ഒന്നിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ நான் ഒരുമിച്ച് സ്തോത്രം பண்ணலாமே ഒന്നിച്ച് സ്തോത്രം ചെയ്താട്ടെ ഒരുമിച്ച് സ്തോത്രം பண்ணுங்க ഈ ദേശത്ത് ആരെല്ലാം സ്നാനമേൽക്കാത്തവരായിട്ടുണ്ടോ இந்த தேசத்தில் யாரெல்லாம் ஞானஸ்நானம் எடுக்காம ഇന്ന് இருக்கிறார்கள் രാത്രി ഇത്രയും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ இந்த ராத்திரி இவ்வளவு பேர் கை உயர்த்தி ஜெபிக்கின்ற பொழுது അവരുടെ വീടിന്റെ അകത്ത് യേശുവിന്റെ സ്നേഹം കടന്നു ചെല്ലുകയാ அவருடைய வீட்டில் இயேசுடைய அன்பு புறப்பட்டு போகிறது തലയ്ക്ക് മുകളിൽ ആ കര ഉയർത്തി പിടിക്കുക கைக்கு தலைக்கு மேல கையை உயர்த்தி பிடியுங்கள் സ്നാനമേറ്റ ദൈവമക്കളുടെ കരങ്ങളായി ഉയർന്നിരിക്കുന്നേ ஞானஸ்நானம் எடுத்த கைகள் உயர்த்தப்பட்டு இருக்கிறது ഇത്ര ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ இவ்வளவு தேவ பிள்ளைகள் ഒരുമിച്ച് ജപിக்கின்ற ഈ பொழுது ദേശത്ത് അടഞ്ഞു കിടക്കുന്ന സ്നാന ജലത്തിന്റെ വാതിൽ യേശു വലിച്ചു തുറക്കുകയാ ஆமை தேசத்தில் அடைக்கப்பட்ட ஞானத்துடைய கதவுகளை இந்த ராத்திரி ஆண்டவர் திறக்க போகிறார்
ഞാൻ വിശ്വസിക്കുന്നു நான் ഈ விசுவாசிக்கிறேன் കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ இந்த கன்னியாகுமரி ഒരു மாவட்டத்தில் വലിയ കൊയ്ത്ത് നടക്കാൻ പോകുകയാണ്. ஒரு பெரிய ஒரு அறுவடை நடக்க ഒരു போகிறது കൊയ്ത്ത് നടക്കാൻ ஒரு പോകുകയാണ്. அறுவடை நடக்க போகிறது അതൊരു എളുപ്പതലായിരിക്കും. அது ஒரு உணர்வாய் மாறும் എവിടെയെല്ലാം അടഞ്ഞു കിടക്കുന്നു எங்கள் அடைக்கப்பட்டிருக்கிறது വലിച്ചു തുറക്കാൻ പോകുകയാണ്. அது இழுத்து திறக்க ഒരു போகிறது കൊയ്ത്തിന്റെ സമയമാണ്. இது ஒரு அறுவடை நேரம் വിശ്വസിക്കുന്നവരാണ് ഈ കൈ തട്ടിക്കൊണ്ടിരിക്കുന്നത്. விசுவாசிகள் தேவனை கை தட்டி ഇത് கொண்டிருக்கிறீர்கள் അരുവടയൻ കാലം. இது ஒரு கொய்த்தின் காலம் പെരുത്ത മീൻകൂട്ടം വരാൻ പോകുകയാ. பெரிய ஒரு மீன் கூட்டம் வரப்போகிறது Lai bahor yasmahal kitar ya bakash. യേശു സ്നാനമേൽക്കുമ്പോൾ இயேசு கிறிஸ்து ஞானஸ்நானம் எடுக்கின்ற பொழுது സ്വർഗം തുറന്നു. வானம் திறக்கப்பட்டது പരിശുദ്ധാത്മാവ് വെൺപുറാവെ പോലെ ഇറങ്ങുകയാണ്. பரிசுத்தாவின் புறாவை போல இறங்கினார் പിതാവാകുന്ന ദൈവം പറഞ്ഞു, பிதாவாகிய தேவன் சொன்னார் ഇവൻ എന്റെ പ്രിയ പുത്രൻ, இவர் என்னுடைய நேசகுமாரன் ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. இவர் மேல் நான் பிரியமாயிருக்கிறேன் സഹോദര സഹോദരി, சகோதரனை சகோதரி സ്നാനമേൽക്കുമ്പോൾ நீ ஞானஸ்நானம் எடுக்கின்ற பொழுது സ്വർഗം പ്രസാദിക്കുകയാ. பரலோகம் ஆமை விரும்புகிறது സ്വർഗം പ്രസാദിക്കുക. பரலோகம் சந்தோஷப்படுகிறது പിതാവ് പറയുകയാ, பிதா சொல்லுகிறார் എന്റെ പ്രിയ പുത്രൻ. இவர் என்னுடைய நேசகுமாரன் എല്ലാവരും ചേർന്ന് പറഞ്ഞ എന്റെ പ്രിയ പുത്രൻ. எல்லாரும் சேர்ந்து சொல்லுங்க இவர் என்னுடைய நேசகுமாரன் ഹല്ലേലൂയ. ஹalleluya യേശു സ്നാനമേറ്റ് കഴിഞ്ഞപ്പോ இயேசு ஞானஸ்நானம் எடுத்து கரையேறினார் യോർദാൻ വിട്ടവൻ ഗലീലയിലേക്ക് പോയി. யோர்தானை விட்டு கலீலியாவுக்கு போனார் യേശു നടന്നിങ്ങനെ പോകുമ്പോ இயேசு நடந்து போன பொழுது ജനമെല്ലാം യോഹന്നാന്റെ അടുത്ത് നിൽക്കുക. ஜனமெல்லாம் யோவான் அருகில் நிற்கிறார்கள் യോഹന്നാൻ അവരോട് പറഞ്ഞു, யோவான் அவர்களை பார்த்து சொன்னார் ആരായി പോകുന്നെന്ന് അറിയാമോ? யார் கடந்து செல்கிறார் தெரியுமா ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. உலகத்தில் பாவத்தை சுமந்து தீர்க்கிற தேவ ஆட்டுக்குட்டி. നിങ്ങൾ എല്ലാവരും അവന്റെ പുറകെ പോവുക. நீங்க எல்லாரும் அவருக்கு பின்னாலே செல்ல வேண்டும். അവർ പറഞ്ഞു, നോ 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 നോ. அவர் இல்லை 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 ഞങ്ങൾ നിന്റെ കൂടെയാ നിൽക്കുന്നത്. நாங்கள் உன்ன கூட நிக்கிறோம். ഉടനെ യോഹന്നാൻ പറഞ്ഞു, அப்போது யோவான் சொன்னார் അങ്ങനെ പറയരുത്. அப்படி சொல்லக்கூடாது. ഈ പോകുന്നവൻ മണവാളനാണ്. இவர் போகிறவர் மணவாளன். അവനൊരു മണവാട്ടിയുണ്ട്. அவருக்கு ஒரு மணவாட்டி இருக்குது. അപ്പൊ നീ ആരാ? அவரிடம் நீ யார்? ഞാൻ ആ പോകുന്ന മണവാളന്റെ ഫ്രണ്ടാ, സ്നേഹിതനാ. அவர் சொல்லுகிறார் போகிற மணவனுடைய தோழன் சொல்லுகிறார். എനിക്ക് മണവാട്ടിയില്ല. எனக்கு மணவாட்டி இல்லை. മണവാട്ടി ഉള്ളവനാ മണവാളൻ. அவன் மணவாட்டி இருக்கிறவன் தான் மணவாளன். അവനാ മണവാളൻ. அவர் അവന് മണവാട്ടിയുണ്ട്. அவருக்கு மணவாட்டி இருக்கிறது. ഞാൻ അവന്റെ സ്നേഹിതനാണ്. நான் அவருடைய தோழன், சிநேகிதன். ഇന്ന് എന്റെ സന്തോഷം പൂർണ്ണമാവുകയാ. என்னுடைய இன்றைக்கு என் சந்தோஷம் சம்பூர்ணமாயிற்று. അവന്റെ പുറകെ പോയാട്ടെ. அவருடைய பின்னாலே போங்கள். ഞാൻ കരമുയർത്തി ബ്ലസ് ചെയ്യുന്നു. நான் கரம் உயர்த்தி ஆசீர்வதிக்கிறேன். ഈ നാട് മുഴുവൻ അവന്റെ പുറകെ പോകാൻ இந்த പോവാ. நாடு முழுவதும் இயேசுவுக்கு பின்னாலே செல்லட்டும். ഇന്ത്യ മുഴുവനും അവന്റെ പുറകെ പോകാൻ പോകയാ. இந்தியா முழுவதும் இயேசுவுக்கு பின்னாலே போக போகிறது. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവ്. ஆமை எல்லா நாவுகளும் ஆமை பாடும், எல்லா முழங்காலும் முடங்கும். ஆமை இயேசுதான் ஆண்டவர் என்று சொல்லி നിങ്ങളുടെ വീട്ടിൽ വിടുവിക്കപ്പെടാതിരിക്കുന്നവർ வீட்டில் ஆமை விடுவிக்கப்படாமல் இருக்கின்றவர்கள் യേശുവിന്റെ പുറകെ പോകാൻ പോവാ. இயேசுவுக்கு பின்னாலே போக போகிறார்கள். കൈ ഉയർത്തി ഈ നാടിനെ ബ്ലസ് ചെയ്യുന്നു. ஆமை கையை உயர்த்தி இந்த தேசத்தை ஆசீர்வதிக்கிறேன். പിശാചിന്റെ പുറകെ പോയവരെല്ലാം യേശുവിന്റെ പുറകെ പോകാൻ പോവാ. பிசாசுக்கு பின்னாலே போனவரெல்லாம் இயேசுவுக்கு பின்னாலே போக போகிறார்கள். എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? எத்தனை பேர் விசுவாசிக்க முடிகிறது? നിന്റെ മകള്, നിന്റെ മകന് യേശുവിന്റെ പുറകെ പോകാൻ പോവാ. உடைய மகனும் மகளும் இயேசுவுக்கு பின்னாலே போக போகிறார்கள். കൂട്ടുകാരുടെ പുറകെ പോകുകയില്ല. அவர்கள் நண்பர்கள் அருகே போக மாட்டார்கள். സിനിമയുടെ പുറകെ പോവുകയില്ല. அவன் சினிமா பின்னாலே போக மாட்டார்கள். യേശുവിന്റെ പുറകെ പോകാൻ പോകുകയാ. இயேசுவுக்கு பின்னாலே போகிறார்கள். സബ്രബാക സതല ബ്രബാക.